ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സർ. വെരി ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. ഏതായാലും നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് തന്നെ ആദ്യം പരിശോധിക്കാം. ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് നോട്ടിലാണ് ആദ്യ മിനിറ്റുകളിൽ ട്രേഡ് ചെയ്യുന്നത്. വീണ്ടും 25,100 എന്നുള്ള ഒരു ലെവല് ഗെയിൻ ചെയ്തിരിക്കുന്നു. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം 47 പോയിന്റുകളുടെ ഒരു മുന്നേറ്റമാണ് നമുക്ക് ആദ്യ മിനിറ്റിൽ കാണാൻ സാധിക്കുന്നത്. എഗെയിൻ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്തും ഇന്നൊരു പോസിറ്റിവിറ്റി കാണുന്നുണ്ട്. 85 പോയിന്റുകളുടെ ഒരു മുന്നേറ്റം ആദ്യ മിനിറ്റിൽ. ഇപ്പോൾ അത് 100 പോയിന്റുകളിലേക്ക് അടുക്കുകയാണ്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സും ഇപ്പോൾ 0.5% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നു. സെക്ടേഴ്സിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഡേറ്റകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓവർനൈറ്റിൽ ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കണക്കുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. രാജ്യത്തെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 6 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 2.1% എത്തിയിരിക്കുകയാണ്. ഫുഡ് ആൻഡ് ഫ്യൂവൽ പ്രൈസിലുണ്ടായ വിലയുടെ അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ഫ്യൂവൽ പ്രൈസിൻ്റെ വില കുറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കണക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഹോൾസെയിൽ ഇൻഫ്ലേഷൻ്റെ കണക്കിലേക്ക് വന്നാലും 20 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ -0.1% എത്തി നിൽക്കുകയാണ്. ഏതായാലും ഡേറ്റകൾ അങ്ങനെയാണ്. ഇനി മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടാരിഫിന് പിന്നാലെ മറ്റ് പല മേഖലകളിൽ കൂടി സംഘർഷം സൃഷ്ടിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡറി താരിഫ് ഇമ്പോസ് ചെയ്യുമെന്നുള്ളൊരു ഭീഷണിയാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റഷ്യൻ വാങ്ങുന്ന ഇന്ത്യക്കും ചൈനയ്ക്കും 100% താരിഫ് ഏർപ്പെടുത്തുമെന്നുള്ള ഒരു ഭീഷണി കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ഉണ്ട്. സർ, മറ്റ് പ്രധാനപ്പെട്ട എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്? ജാസ്മിൻ, ശരിക്കും പറഞ്ഞാൽ സങ്കടകരമായിട്ടുള്ള ദിവസമാണ്. കാര്യം ഞാൻ വളരെ എക്സ്പെക്ട് ചെയ്തിരുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് മാച്ച് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ലൂസ് ചെയ്യേണ്ടി വന്നു. അതും വെറും 22 റൺസിന്. അവർ ബോയ്സ് ഫോട്ട് വെരി ഹാർഡ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി ജസ്റ്റ് ഫെൽ ഷോർട്ട് ഓഫ് 22 റൺസ് എന്നുള്ളതാണ്. ബട്ട് എനിവേ അവർ ബോയ്സ് വിൽ ഫൈറ്റ് ബാക്ക്. ഇനിയും കളി ബാക്കിയുണ്ട്. പിക്ചർ അബീബി ബാക്കി ഹേ എന്നുള്ള പറഞ്ഞു വെക്കുന്നു. ഏതായാലും നമ്മൾ US മാർക്കറ്റ്സിലേക്ക് നോക്കുമ്പോൾ ജാസ്മിൻ പറഞ്ഞത് ശരിയാണ്. US മാർക്കറ്റ് ചെറിയ സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിരുന്നു. ഏതാണ്ട് S&P +0.14%, അതായത് +0.14% അപ്പം നാസ്ഡാക്ക് ഏതാണ്ട് 0.27% അപ്പായിരുന്നു എന്നുള്ളതാണ്. US മാർക്കറ്റ് എന്നല്ല, ഗ്ലോബൽ മാർക്കറ്റ് ഒരിടത്തും ഈ ട്രംപിൻ്റെ ടാരിഫിനെ ഭയക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത്. അതായത് ട്രംപ് സീരീസ് ഓഫ് ടാരിഫുകളെ കുറിച്ച് അല്ലെങ്കിൽ മെഷേഴ്സിനെ കുറിച്ച് എവറി ഡേ പറയണമെങ്കിലും മാർക്കറ്റ് സീംസ് ടു ബി അൺഫേസ്ഡ് ബൈ ദിസ്. ഇതിൻ്റെ ഒന്നും ഒരു റിയാക്ഷനും മാർക്കറ്റിൽ കാണുന്നില്ല. ഒരു പക്ഷേ ഇതായിരിക്കാം ഈ പറഞ്ഞ പോലെ ഇന്നലെ തന്നെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ടാണ് US മാർക്കറ്റ് തുടങ്ങിയത്. എന്നിട്ട് മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ അത് ചെറുതായിട്ടൊന്ന് റിക്കവർ ചെയ്തിട്ടാണ് പ്ലസിൽ ക്ലോസ് ചെയ്തതെന്നുള്ള കാര്യം വെച്ചാൽ എപ്പോഴും ടാരിഫ് എന്തെങ്കിലും ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രംപ് വന്നിട്ട് പറയുന്നത് വെച്ചാൽ ദർ ഈസ് റൂം ഫോർ നെഗോസിയേഷൻസ്. അപ്പോൾ അതിൽ നിന്നൊരു പോസിറ്റിവിറ്റി എടുത്താണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത്. അത് മാത്രമല്ല US അഡ്മിനിസ്ട്രേഷൻ ആ ഡെഡ് ലൈൻ ഈ ജൂലൈ 8th 9th എന്നുള്ള എക്സ്റ്റെൻഡ് ചെയ്ത് August 1 ആക്കിയതോടുകൂടി മാർക്കറ്റ് ഭയങ്കര റിപ്രൈവാണ് അതിനകത്ത് കിട്ടിയതെന്നുള്ളത്. അപ്പോൾ മേ ബി മാർക്കറ്റ് ആലോചിക്കുന്നത് ഇനി എങ്ങനെ വന്നാലും US നെഗോഷിയേറ്റ് ചെയ്തിട്ടായിരിക്കും മുന്നോട്ട് പോകണേ എന്നുള്ള ഒരു കോൺഫിഡൻസിലാണെന്ന് തോന്നുന്നു. മാർക്കറ്റിൽ അധികം കറക്ഷൻ ഒന്നും കാണാനില്ല എന്നുള്ള. പിന്നെ ഈ ഡോളർ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ അതെ ഞാൻ പറഞ്ഞ മറ്റുള്ള ഹാൻഡ് ഓവർ ഡേറ്റാസ് നോക്കുകയാണെങ്കിലും വലിയ അനക്കം വന്നില്ല. ഡോളർ ഇൻഡെക്സ് ഏതാണ്ട് 98 തന്നെയാണ്. ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 1.6% ഡൗൺ ആയി ഏതാണ്ട് $69 പെർ ബാരലിൽ തന്നെ ട്രേഡ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വേറൊരു രീതിയിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വീക്ക് എന്ന് പറയുന്നത് US ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൽ ക്രിപ്റ്റോ വീക്കാണ്. അതായത് US lawmakers are considering crucial crypto legislation. ക്രിപ്റ്റോ എന്നുള്ള ഒരു ലെജിസ്ലേഷനെ കുറിച്ച് ആലോചിക്കുകയാണ്. അതായത് ഗ്ലോബലി ആൾക്കാർ ചിന്തിച്ചതിൻ്റെ 360 ഓപ്പോസിറ്റ് വ്യൂ ആണ് ഇപ്പോൾ US ക്രിപ്റ്റോ കറൻസിയിൽ എടുക്കുന്നത്. അതായത് ക്രിപ്റ്റോ കറൻസി ഇപ്പോൾ ഏതാണ്ട് ഒരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനാണ് US ലെജിസ്ലേച്ചേഴ്സ് അല്ലെങ്കിൽ ലോ മേക്കേഴ്സ് ആലോചിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ക്രിപ്റ്റോ കുഴപ്പമില്ല, ക്രിപ്റ്റോ നല്ലതാണെന്നുള്ള ടോക്സ് ഇതൊക്കെ കാരണം തന്നെ ക്രിപ്റ്റോ കറൻസികളുടെ ഇടയിൽ പോസ്റ്റർ ബൈ ആയിട്ടുള്ള ബിറ്റ് കോയിൻ ഉണ്ടല്ലോ, ഏതാണ്ട് ഇന്നലെ എനിക്ക് തോന്നുന്നു $1,23,000 എത്തി എന്നുള്ളത്. അപ്പോൾ റെക്കോർഡ് ഹൈയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തണമെന്നുള്ള. അപ്പോൾ ഏതാണ്ട് ഒരു ക്രിപ്റ്റോ വീക്കാണ്. അപ്പോൾ കൂടുതലും എക്കണോമിയും സ്റ്റോക്ക് മാർക്കറ്റും ഗോൾഡും ഓയിലും ഒക്കെ മാറി ക്രിപ്റ്റോനെ കുറിച്ചാണ് ഇപ്പോൾ US മാർക്കറ്റ് ഡിസ്കസ് ചെയ്യേണ്ടത്. അല്ല ടാരിഫ് ഒന്നും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ നമ്മളൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻവിഡിയയുടെ ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ മുമ്പാണ് സ്റ്റേറ്റ്മെൻറ്റ് വന്നത്. അതായത് അവർക്ക് US അഡ്മിനിസ്ട്രേഷൻ ഒരു റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ചിപ്പ് ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യണതിനെ കുറിച്ച്. ഇപ്പോൾ അത് ഏതാണ്ട് ഗവൺമെൻറ് റിലാക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ ഇന്നിപ്പോൾ രാത്രി ഒരു പക്ഷേ US മാർക്കറ്റിൽ ഈ എൻവിഡിയയുടെ മൂവ്മെൻറ്റ് നമുക്ക് ഒറ്റ നോക്കേണ്ടതായിട്ടുണ്ട്. കാര്യം വെച്ചാൽ അത്
അത് മാത്രമല്ല കാര്യം മാർക്കറ്റിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ ചൈനയും യു എസും തമ്മിലുള്ള ആ ടെൻഷൻ ഒന്ന് കുറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കൊന്ന് വാച്ച് ചെയ്യേണ്ടി വരും. പിന്നെ യു എസ് മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ റിസൾട്ട്സ് ഏർണിങ്സ് വരുന്നുണ്ട്. അതായത് മെയിൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് സിറ്റി ഗ്രൂപ്പ്, വെൽസ് ഫാർഗോ, JP മോർഗൻ്റെയൊക്കെ റിസൾട്ടാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നതെന്നുള്ള. അപ്പോൾ നമ്മൾ യു എസ് മാർക്കറ്റിൽ പിന്നെ വേറൊരു ഡേറ്റ നമ്മൾ ഇന്ന് വരാൻ ചാൻസ് ഉള്ളത് അവരുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ആണ്. ആ കൺസ്യൂമർ CPI ഡേറ്റ എന്ന് പറയുന്നത് അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് ഏതാണ്ട് 2.7% YOY ഗ്രോത്ത് അതായിരിക്കാം ഇൻഫ്ലേഷൻ. അല്ലെങ്കിൽ മന്ത് ഓൺ മന്ത് ആണെങ്കിൽ 0.3% അപ്പായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മുടെ യു എസ് മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഫ്ലേഷനിൽ നിന്ന് തുടങ്ങി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് നമുക്കറിയാന്നുള്ള പോലെ 76 months ലോ ആണ്. അതായത് 2.1% അല്ലേ. കഴിഞ്ഞ മേല് 2.82% ആയിരുന്നത് ഇൻഫ്ലേഷൻ ഏതാണ്ട് 2.1% ആയിട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റവും രസം ഫുഡ് ഇൻഫ്ലേഷൻ ഡിഫ്ലേഷനാണ്, അതായത് നെഗറ്റീവിലാണ്. -1.06% ആണ്. അത് ആ കാരണം കൊണ്ട് തന്നെയാണ് കേട്ടോ ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്നുള്ളത്. ബട്ട് RBIയുടെ ഭാഗത്തു നിന്ന് നമ്മൾ മോണിറ്ററി പോളിസി റേറ്റ് കട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാര്യം ഇത് എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കണം RBI ഫ്രണ്ട് ലോഡ് ചെയ്ത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ RBI കഴിഞ്ഞ മോണിറ്ററി പോളിസിയിൽ 25 basis points മാത്രമേ കട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇനി വരാൻ പോണ മാസങ്ങളിൽ ഇൻഫ്ലേഷൻ താഴേക്കായിരിക്കും എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ അത് ആ പഠനത്തിൽ അവർ പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ എന്തിനാണ് ഇനി അടുത്ത പ്രാവശ്യത്തെ മോണിറ്ററി പോളിസി വരെ താമസിക്കുന്നത്, എന്തായാലും ഇൻഫ്ലേഷൻ ഈസ് ട്രെൻഡിങ് ഡൗൺ, അടുത്ത പ്രാവശ്യം കൂടെ ഇപ്രാവശ്യത്തേക്ക് നമുക്ക് ബിൽറ്റ് ഇൻ ചെയ്ത് അതിനെയാണ് ഫ്രണ്ട് ലോഡ് ചെയ്ത് ഈ 50 basis points ആക്കിയിട്ട് റേറ്റ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോണ മോണിറ്ററി പോളിസിയിൽ കട്ട് ചെയ്യണം നിർബന്ധമില്ല. ബട്ട് ഇതേപോലെ ഇൻഫ്ലേഷൻ ഡേറ്റാസ് അല്ലെങ്കിൽ ഡിമാൻഡ് കുറവാണ് എന്നുണ്ടെങ്കിൽ RBI എങ്ങനെ അക്കോമഡേറ്റീവ് ആയിട്ട് ചിന്തിക്കുമോ എന്നുള്ളത് നമുക്ക് അപ്പോൾ നോക്കാമെന്നുള്ളതാണ്. ഏതായാലും നിഫ്റ്റി നമ്മൾ ഇന്നലെ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ നമ്മൾ ഓപ്പണിംഗ് അവേഴ്സിൽ പറഞ്ഞ പോലെ തന്നെ 40-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജസ് ടച്ച് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അവിടെ നിന്ന് തിരിച്ച് ചെറുതായിട്ട് ഒന്ന് റിക്കവറി ചെയ്യുകയും ചെയ്തു എന്നുള്ളത്. അപ്പം നമ്മൾ ഇന്നലെ മാർക്കറ്റിൽ പൊതുവെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒരു മൈനസ് ആയിട്ട് കാണണമെങ്കിലും ബ്രോഡർ ഇൻഡസസ് വലിയ കുഴപ്പമില്ലായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ബാങ്ക് ഇൻഡിസസ് ഫ്ലാറ്റ് ആയിരുന്നു, നിഫ്റ്റി മിഡ് ക്യാപ് ഇൻഡിസസും നിഫ്റ്റി സ്മോൾ ക്യാപ് ഇൻഡിസസും സ്ലൈറ്റ്ലി ബെറ്റർ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു പ്രതീക്ഷ തരുന്നതാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലേക്ക്. അത് മാത്രമല്ല നമ്മൾ ഇന്നലെയും പറഞ്ഞു വെച്ചു ടു മച്ച് ഓഫ് ഷോർട്ട്സ്, അതായത് നമ്മൾ ആ ഇൻഡെക്സ് എല്ലാ ഡേറ്റ F&O ഡേറ്റ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് ഷോർട്ടാണ് മാർക്കറ്റ്. അപ്പോൾ ടു മച്ച് ഓഫ് നെഗറ്റീവ് ക്യാൻ ബി പോസിറ്റീവ് ഫോർ ദ മാർക്കറ്റ്സ് എന്നുള്ളത്. അപ്പോൾ മാർക്കറ്റിൽ ഈ ആഴ്ച മേ ബി ഒരു 2 daysനുള്ളിൽ മേ ബി ഒരു റിക്കവറി റാലി നമ്മൾ പ്രതീക്ഷിക്കുന്നു. ടെക്നിക്കലി അതാണ് മാർക്കറ്റ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നിഫ്റ്റി ഈ 14-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജസിൻ്റെ താഴേക്കാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവിടെ തന്നെയാണ് ട്രേഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ താഴേക്കുള്ള ലെവൽ വേണം നോക്കാൻ. ഏതാണ്ട് 24,940 അല്ലെങ്കിൽ 24,968 ലെവൽസ് എന്നൊക്കെ പറയുന്ന ഏരിയയിൽ വന്ന് നിൽക്കുമോ എന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും അപ്പോഴായിട്ട് നമുക്ക് റെസിസ്റ്റൻസ് വരുന്നത് 25,170 അല്ലെങ്കിൽ 25,275 എന്ന് പറയുന്ന സെക്കൻഡ് റെസിസ്റ്റൻസ് ലെവൽ. അപ്പോൾ 2 റെസിസ്റ്റൻസ് ലെവൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടതാണ്. ഇന്നത്തെ റാലി എങ്ങനെ പോകണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ഈ ഇൻഫ്ലേഷൻ ഡേറ്റ പറഞ്ഞതോടുകൂടി 2.1% ആണല്ലോ കൺസ്യൂമർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ. ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ ഉള്ള ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമായിരുന്നു. അതായത് കേരളത്തിൽ ഏതാണ്ട് 6.71% ആണ്. സോ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ എന്നുള്ളത്. ദാറ്റ് ഇസ് നത്തിങ് അഗെയിൻസ്റ്റ് ഇറ്റ്. അത് മേ ബി ഒരു ട്രാൻഷ്യൻ്റ് ആയിരിക്കാം, ഒരു ടെമ്പററി ആയിരിക്കാം. 6.71 കേരള റെക്കോർഡ് ചെയ്തു. പഞ്ചാബ് ഏതാണ്ട് 4.67, ജമ്മു കാശ്മീർ ഏതാണ്ട് 4.38%, ഉത്തരാഖണ്ഡ് ഏതാണ്ട് 3.4%, ഹരിയാന 3.1%. ഞാനൊരു 3-4 സംസ്ഥാനങ്ങൾ പറഞ്ഞ് ഇതൊക്കെ ഈ 2.1-നേക്കാളും അപ്പായതുകൊണ്ടാണ്. ജനറലി മറ്റുള്ള സ്ഥലത്ത് കുറവായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം ഇന്ത്യയും US-ഉം തമ്മിലുള്ള ട്രേഡ് ടോക്ക് ഇപ്പോൾ വാഷിങ്ടണിൽ നടക്കുകയാണ്. നമ്മുടെ ട്രേഡ് ആൻഡ് കോമേഴ്സ് മിനിസ്ട്രിയുടെ ഡെലിഗേറ്റ്സ് വാഷിങ്ടണിലുണ്ട്. അവിടുത്തെ ഒഫീഷ്യൽസ് ആയിട്ട് നടക്കുന്നു. ഏതാണ്ട് തേഴ്സ്ഡേ വരെ ഉണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. ഒരു മിനി ഡീൽ ഒന്നും നമ്മുടെ ജൂലൈ 8-നോ 9-നോ മുമ്പായിട്ട് അല്ലെങ്കിൽ അതാത് ദിവസങ്ങളിൽ നടന്നില്ല എന്നുള്ള, ഇനി ഇപ്പോൾ August 1 ഡെഡ് ലൈനിന് മുമ്പായിട്ട് നടക്കുമെന്നുള്ളതാണ്. 22 രാജ്യങ്ങൾക്ക് ട്രംപ് ലെറ്റർ അയച്ചതിൽ ഇന്ത്യ ഫീച്ചർ ചെയ്യുന്നില്ല. അപ്പോൾ ഏതാണ്ട് നമ്മൾ അതിൻ്റെ അറ്റത്തെത്തി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്നാലും കണ്ടൻഷ്യസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സും അഗ്രികൾച്ചറും ഫാമിങ്ങും ഒക്കെയാണ്. അതുമാത്രമല്ല ഇന്ത്യ ലേബർ
ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലേക്ക് കൂടുതൽ എക്സ്പോർട്ട് US-ലേക്ക് അവകാശപ്പെട്ടുണ്ട്. അതിൻ്റെ കാര്യത്തിലും തീരുമാനമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്നൊരു വളരെ ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡേ എന്ന് പറയുന്നത് ഇന്ന് ടെസ്ല അവരുടെ മോഡൽ അൺവെയിൽ ചെയ്യണം. അവരുടെ ഷോറൂം ബാന്ദ്ര കുർള കോംപ്ലക്സ് മുംബൈയിൽ ഇന്ന് തുറക്കുകയാണ്. ടെസ്ലയുടെ എക്സ്പീരിയൻസ് സെൻ്ററാണ്. അപ്പോൾ ഇന്ന് ലോകത്തുള്ള സകല മാധ്യമങ്ങളും ഇന്ന് മുംബൈയിൽ ഉണ്ടാവുന്നുള്ളതാണ്. ഏതായാലും അടുത്ത കാലത്തേക്ക് കമ്പനി ഇമ്പോർട്ടഡ് കാർഡ്സ് മാത്രമേ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അവരിവിടെ മാനുഫാക്ചറിങ് തൽക്കാലം അവർ ഉദ്ദേശിക്കുന്നില്ല. കംപ്ലീറ്റ്ലി ഇമ്പോർട്ടഡ് കാർസ് ആണ് അവർ ഉദ്ദേശിക്കുന്നതെന്നുള്ള പ്രൈസ് റേഞ്ച് ഏതാണ്ട് ഇന്ന് അവർ ഡിസ്പ്ലേ ചെയ്യാൻ പോണ മോഡൽ Y അവർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഏതാണ്ട് ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്ന വില 55 ലക്ഷമാണെന്ന് തോന്നുന്നു. എന്നാൽ വേറെ പല സോഴ്സസിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്ട് അവർ ഇന്ത്യയിൽ ടാരിഫും കൂടെ കണക്കിലെടുത്തിട്ടാണോ എന്തോ, അതായത് ഇന്ത്യ കുറച്ച് കൊടുക്കുന്നുള്ള പ്രതീക്ഷയിലാണെന്നോ 25 lakhs to 35 lakhs എന്നുള്ളൊരു വേറൊരു സെക്കൻഡ് സ്കൂൾ ഓഫ് തോട്ടും കൂടെ അതിനകത്തുണ്ടെന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ടെസ്ലയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്നറിയോ? ടെസ്ലയുടെ ഇമ്പോർട്ടൻസ് പൊതുവേ എല്ലാ മാധ്യമങ്ങളും പറയണം, അല്ലെങ്കിൽ കമൻറ്റേറ്റേഴ്സും പറയാമോണ്. ടെസ്ല വരുന്നത് കാരണം ഇന്ത്യയിലെ മഹീന്ദ്ര അല്ലെങ്കിൽ ടയോട്ട അല്ലെങ്കിൽ അങ്ങനത്തെ മാരുതി സുസുക്കി ഹ്യുണ്ടായി പോലെയുള്ള ഇലക്ട്രിക് വെഹിക്കിൾസിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, അതുപോലെ ടെസ്ലേൻ്റെ ആ ഒരു റൈസിനെ BYD ചൈനീസ് BYDക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വിയറ്റ്നാം കമ്പനി വരുന്നു, അല്ലെങ്കിൽ കിയ പുതിയ മോഡൽസ് ഇറക്കുന്നു, ഇതൊക്കെയാണ് സംസാരിക്കണമെങ്കിലും ഞാൻ ഉറ്റുനോക്കുന്നത് ഈ കാര്യങ്ങളൊന്നുമല്ല. ഐ ആം നോട്ട് ലുക്കിംഗ് അറ്റ് ദ കോമ്പറ്റീഷൻ. കാറിൻ്റെ മോഡലിലെ കോമ്പറ്റീഷനെ കുറിച്ചല്ല ഞാൻ ആലോചിക്കുന്നത്. ഈ ടെസ്ലയുടെ ഒരു പ്രത്യേകത എന്നറിയോ? ടെസ്ല ലോകത്ത് ഓപ്പറേറ്റ് ചെയ്യണത് ഡീലേഴ്സ് ഇല്ലാതെ. അതായത് ടെസ്ല ഒന്നില്ലെങ്കിൽ ഓൺലൈൻ വഴിയായിട്ട് നമുക്ക് മേടിക്കാം, അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റോർ. ആ ഫിസിക്കൽ സ്റ്റോർ മാനേജ് ചെയ്യുന്നത് ഇവർ തന്നെയാണ്, ടെസ്ല തന്നെയാണ്. അപ്പോൾ ടെസ്ലയ്ക്ക് ചിലപ്പോൾ എല്ലാ സ്മോൾ ടൗൺസിലും വരണമെന്നൊന്നുമില്ല. ഇപ്പോൾ ചിലപ്പോൾ കേരളത്തിൽ വരികയാണെങ്കിൽ ചിലപ്പോൾ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ അത് വരുള്ളൂ എന്നുള്ളതാണ്. നമ്മളൊന്നില്ലെങ്കിൽ ഏത് സ്ഥലത്താണെങ്കിലും ടെസ്ലയുടെ ഷോറൂമിൽ പോയി മേടിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് ഓൺലൈനായിട്ട് നമുക്ക് കാർ കൺഫിഗർ ചെയ്യാം. എന്തൊക്കെ സാധനം വേണമെന്നുള്ളത് ടിക്ക് ചെയ്ത് മേടിക്കാം. സൺറൂഫ് വേണോ മറ്റേത് വേണോ എന്ന് നോക്കിയിട്ട് നമുക്ക് പ്രൈസ് ചെയ്ത് മേടിക്കാം. അങ്ങനത്തെ ഒരു മോഡലിലേക്ക് ഒരു ബിസിനസ് മോഡൽ, ഇന്ത്യയുടെ ഓട്ടോമൊബൈൽ ഡീലർഷിപ്പിൻ്റെ ബിസിനസ് മോഡൽ മാറുമ്പോൾ ഇൻ്റർമീഡിയറി ആയിട്ടുള്ള ഡീലേഴ്സിനെ ഇതിന് ടെസ്ലയ്ക്ക് ആവശ്യമില്ല എന്ന് പറയുന്നത് മറ്റുള്ളവരും കൂടെ കോപ്പി ചെയ്യോ എന്നുള്ളത് മാത്രമേ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. അപ്പം മോഡൽസിൻ്റെ കാര്യത്തിലല്ല ഞാൻ ഡൗട്ട്, ഈ കാര്യത്തിൽ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഈ പ്രോക്സി അഡ്വൈസറി ഫേംസിൻ്റെ കാര്യങ്ങൾ, റോളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അതായത് നമ്മൾ എൻ്റർടൈൻമെൻറ്റിനെ കുറിച്ച് പ്രോക്സി അഡ്വൈസറി ഫേംസ് റെക്കമെൻഡ് ചെയ്തത് കാരണമാണ് ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിന് സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റിയ ആ പ്രൊപ്പോസലിനെ തട്ടിക്കളഞ്ഞു വന്നു. അപ്പോൾ പ്രോക്സി അഡ്വൈസറി ഫേംസ് ആണ് കമ്പനികളെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ അഡ്വൈസ് ചെയ്യുന്നത്. അതായത് ഒരു ബോണസ് നല്ലതാണോ, സ്പ്ലിറ്റ് നല്ലതാണോ, ഒരു മെർജർ നല്ലതാണോ എന്നൊക്കെ അതിന് അഡ്വൈസ് തരുന്ന ഇൻ്റർമീഡിയറി കമ്പനികളെയാണ് പ്രോക്സി അഡ്വൈസറി ഫേം എന്ന് പറയുന്നത്. അതിനകത്തൊരു കമ്പനിയുണ്ട് ഇൻഗവേൺ അഡ്വൈസർ, ഇൻഗവേൺ എന്ന് പറഞ്ഞിട്ട്. ഈ ഇൻഗവേൺസ് ഇൻഗവേണിൻ്റെ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അവർ പറഞ്ഞു, നമ്മളിപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ ഓപ്പണിംഗ് അവേഴ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് വേദാന്തയ്ക്ക് അഗെയിൻസ്റ്റ് ഒരു ഷോർട്ട് സെല്ലിംഗ് ഗ്രൂപ്പ് ഉണ്ടല്ലോ വൈസ്രോയ് എന്ന് പറഞ്ഞിട്ട്, അവരൊരു വലിയ അലഗേഷൻ പറഞ്ഞു. നമ്മളത് ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു വേദാന്തയ്ക്ക് എതിരെയുള്ള അലഗേഷൻ എന്താണ്. ഇപ്പോൾ ഇൻഗവേൺ ഇപ്പോൾ വൈസ്രോയ്ക്ക് എതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തേക്കാണ്. ഇൻഗവേൺ എന്ന് പറയുന്നത് ഈ എത്തിക്കലായിട്ട് ബിസിനസ്സുകൾ നടത്തുന്നതിൻ്റെ ഒരു പ്രൊപ്പഗാൻഡ നടത്തുന്ന ആൾക്കാരാണ്. അതായത് പ്രോക്സി അഡ്വൈസറി ഫേമാണ്. അവർ ശരിക്കും പറഞ്ഞാൽ സെബി എടുത്ത് അവർ പറയണത് എന്താ വെച്ചാൽ, സെബി ഷുഡ് എന്താ പറയുക, ബാൻ ദീസ് കൈൻഡ് ഓഫ് പീപ്പിൾ എന്നാണ്. അതായത് ഈ പറയുന്ന പോലെ ഈ വൈസ്രോയ് പോലത്തെ കമ്പനികളെ, അതൊരു ഒരു പോയിന്റിൽ നല്ലതാണ് കേട്ടോ. കാര്യം ഇപ്പോൾ വേദാന്ത അതിനകത്ത് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടതാണ്, അത് പുറത്തോട്ട് വരുന്നതാണ്, അതിൻ്റെ ആക്ഷൻ എടുക്കേണ്ടതാണ്. പക്ഷേ ഈ വൈസ്രോയ് പോലുള്ള കമ്പനികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇൻഗവൺ പറയുന്നതിൻ്റെ റീസൺ എന്നറിയും, ഈ വൈസ്രോയൊക്കെ അമേരിക്കയിൽ ഇരുന്നാണ് പറയുന്നത്. അവർക്ക് ഈ ജൂറിസ്ഡിക്ഷൻ ബാധകമേ അല്ല. അവരിവിടെ റെഗുലേറ്റഡ് അല്ല. അതിൽ ഇന്ത്യയുടെ സെബി ആയിട്ടോ ഇന്ത്യയുടെ ഒരു റെഗുലേറ്റേഴ്സ് ആയിട്ടോ ഇവർ രജിസ്റ്റേർഡ് അല്ല. ഇവർക്ക് ഇവിടെ ലൈസൻസ് പോലുമില്ല. അവരവിടെ ഇരുന്ന് ഏതെങ്കിലും ഒരു പ്രസ് മീറ്റിങ്ങിലോ സോഷ്യൽ മീഡിയയിലോ ഒരു പ്രസ് റിലീസിലോ ഒരു കാര്യം പറയുന്നു, അതിനെ ബേസ് ചെയ്തിട്ട് അവർ ഷോർട്ട് അടിക്കുന്നു. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്ക് താഴേക്ക് വരുന്നു, അവരൊരുപാട് കാശുണ്ടാക്കുന്നു, നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് പൈസ പോകുന്നു. ലാസ്റ്റ് ഇപ്പം നമ്മൾ ഈ നമ്മുടെ അഡാനിയുടെ ഇഷ്യൂവിൽ തന്നെ എത്ര ലക്ഷം കോടിയാണ് ഈ നമ്മുടെ ഇവിടുത്തെ ഇൻവെസ്റ്റേഴ്സിന് പോയത്. അത് ഷോർട്ട് ചെയ്ത കംപ്ലീറ്റ് ആരാ? അവിടെയുള്ള ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് സെല്ലിംഗ് ഫേമാണ്. എന്നാൽ അവർക്കെതിരെ കേസ് കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യം ഇവിടുത്തെ കോടതിയിൽ അവർക്ക് യാതൊരു പ്രസൻസും ഇല്ല. ഈ ജൂറിസ്ഡിക്ഷനിലേ അല്ല അവർ ഓപ്പറേറ്റ് ചെയ്യണം. അപ്പം നമുക്ക് അവർക്കെതിരെ കേസ് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ ലോകത്ത് എവിടെയായിരുന്നു ഷൂട്ട് ആൻഡ് സ്കൂട്ട്, അതായത് വെടിവെക്കുക, കടന്നു കളയുക, അതിൻ്റെ ബെനിഫിറ്റ് കംപ്ലീറ്റ് അവർ എടുക്കുക, അതിൻ്റെ ദൂഷ്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ അനുഭവിക്കുക എന്നുള്ള. അപ്പോൾ ഇൻഗവേൺ അഡ്വൈസറി ഫേം പറയുന്നത് ഈ പറയുന്നവരെ റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് സെബി കാര്യമായിട്ട് റൂൾസും റെഗുലേഷൻസും കൊണ്ടുവരേണ്ടതാണ് എന്നുള്ളതാണ് സെബിയോട് ഈ ഇൻഗവേണിനുള്ള റെക്കമെൻഡേഷൻ. ഒരു പരിധിവരെ ആ ആംഗിളിൽ നോക്കുമ്പോൾ അത് കറക്റ്റാണ്. എന്നാൽ വേദാന്ത ചെയ്ത കാര്യങ്ങൾക്കെതിരെ സത്യമാണെങ്കിൽ അത് തീർച്ചയായിട്ടും പുറത്തു വരേണ്ടതുമാണെന്നുള്ളത്. ഇപ്പോൾ രണ്ടും സെൻസിറ്റീവ് ഇഷ്യൂ ആണെന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. പിന്നെ നമ്മൾ വീണ്ടും റെയർ എർത്ത് മിനറൽസ് ആൻഡ് മാഗ്നറ്റ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ. അതായത്
ചൈനയിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡെപ്പോസിറ്റ്സ് ഉള്ളതെന്നും റെയർ എർത്ത് മാഗ്നറ്റ്സിൻ്റെ കൺട്രോൾ കംപ്ലീറ്റ് വേൾഡിലെ ഗ്ലോബൽ സപ്ലൈയുടെ കൺട്രോൾ കംപ്ലീറ്റ് 90% ചൈനയാണെന്നുള്ളത്, ബാക്കി 10% ആണ് ജപ്പാനും ജർമ്മനിയും ഒക്കെ ഉൾപ്പെടുന്ന റിമൈൻഡർ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെയർ എർത്ത് മാഗ്നറ്റ്സ് എന്നൊരു സാധനം ഉണ്ടല്ലോ, ഈ റെയർ എർത്ത് മാഗ്നറ്റ്സ്, പൊതുവേ റെയർ എർത്ത് മിനറൽസ് വളരെ ക്രൂഷ്യലാണ് പല ഇൻഡസ്ട്രിയിലും. ഒന്ന് ഇലക്ട്രിക് വെഹിക്കിൾസ്, പിന്നെ നമ്മൾ പറയുകയും ചെയ്തു ICE വെഹിക്കിൾസിനും, അതായത് ഇന്റർണൽ കമ്പഷൻ എഞ്ചിനുള്ള വെഹിക്കിൾസിനും ഈ പറഞ്ഞ റെയർ എർത്ത് മാഗ്നറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെയുള്ള ഡിഫൻസിൻ്റെ സെൻസേഴ്സിനൊക്കെ ഈ റെയർ എർത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. സെമി കണ്ടക്ടർ ചിപ്സിന് ഇമ്പോർട്ടൻ്റ് ആണ്, സോളാർ പാനൽസിനും. അപ്പോൾ റെയർ എർത്ത് മിനറൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ന്യൂ ഏജ് ടെക്നോളജിക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ റെയർ എർത്ത് മിനറൽസിൻ്റെ ഒരു 17 ഒരു മിനറൽസ് ചേർന്നിട്ടാണ് നമ്മൾ ഈ റെയർ എർത്ത് മാഗ്നറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ഓക്സൈഡ്സും എല്ലാം കൂടെ ചേർന്ന് ഈ 17 റെയർ എർത്ത് മിനറൽസിൽ ഏതാണ്ട് 7 എണ്ണത്തിനും എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് വെച്ചിരിക്കുകയാണ് ചൈന. അതുകൊണ്ടാണ് ഏപ്രിൽ മുതൽ റെസ്ട്രിക്ഷൻസ് വച്ചത് കാരണമാണ് മറ്റുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിലെ ഓട്ടോമൊബൈൽ കമ്പനീസിന് ഇതിനെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റാത്തത്. കാര്യം ഈ മാഗ്നറ്റ്സ് ആണ് നമ്മൾ മോട്ടോർ, എഞ്ചിൻ എന്നല്ല പറയുന്നത്, ഇലക്ട്രിക് വെഹിക്കിൾസിന് നമ്മളിപ്പോൾ മോട്ടോർ എന്നാണ് പറയുന്നത് അതിൻ്റെ ഹൃദയത്തിന്. അപ്പോൾ റെയർ മോട്ടോഴ്സിന് വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന പോലെ മാഗ്നറ്റ്സ് നമുക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് നമുക്ക് കിട്ടുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്നുള്ള, അതായത് ഈ ബാനൊക്കെ ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള റെയർ എർത്ത് മിനറൽസും മാഗ്നറ്റ്സും ഒക്കെ ഉള്ള മറ്റുള്ള രാജ്യങ്ങൾ സ്റ്റോക്ക് ചെയ്യണം. അതായത് ഭയങ്കരമായിട്ട് ചൈനയിൽ നിന്നുള്ള എക്സ്പോർട്ട് 60% സർജ് ചെയ്തു എന്നാണ് പറയുന്നത്. 2009 ശേഷം ഇത്രയും റെയർ എർത്ത് മിനറൽസും മാഗ്നറ്റ്സും ചൈന എക്സ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള പറയുന്നത്. അപ്പം എല്ലാവരും പേടിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇന്ത്യൻ ഓട്ടോമൊബൈൽ കമ്പനീസ് റെയർ എർത്ത് മാഗ്നറ്റ്സ് ഇല്ലാതെ സ്ട്രഗിൾ ചെയ്യാണ്. പല കമ്പനികളും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾക്ക് ആവശ്യത്തിന് ഇൻവെൻട്രി ഉണ്ട്. അപ്പോഴത്തേക്കും ഗവൺമെൻറ് ഇടപെടുന്നു. ഹ്യുണ്ടായി പറഞ്ഞിട്ടുണ്ട്, മാരുതി പറഞ്ഞിട്ടുണ്ട്, ടയോട്ട പറഞ്ഞിട്ടുണ്ട്, മഹീന്ദ്ര പറഞ്ഞു. ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് ഞാൻ്റെ കണ്ണിൽ ശ്രദ്ധിച്ച ഒരു വേറൊരു കാര്യമുണ്ട്. അതിപ്പോൾ ഓല നമ്മൾ നോക്കുകയാണെങ്കിൽ ഓല ഇലക്ട്രിക്കിന്റെ റിസൾട്ട് ഇന്നലെ വന്നു, കണ്ടില്ലേ? ഞാൻ ചോദിക്കാനായിട്ടിരിക്കുകയായിരുന്നു ഓലയുടെ റിസൾട്ട്. ഓക്കെ, ഓലയുടെ റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ YoY വലിയ എൻകറേജിങ് ഒന്നുമല്ല. QoQവും ശരിക്കും പറയണമെങ്കിൽ ലോസസ് ഹാഫ് ആയി എന്നുള്ള കാരണത്തിലായെന്ന് തോന്നുന്നു ഇന്നലെ മാർക്കറ്റിൽ അത് 16%, 18% കയറി, 19%. അതായത് YoY നോക്കുമ്പോൾ റിസൾട്ട് മോശമാണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സീക്വൻഷ്യലി നോക്കുമ്പോൾ ലോസ് ഹാഫ് ചെയ്തു. ലോസ് തന്നെയാണ്. ലോസ് 50% കുറഞ്ഞു എന്നുള്ളതും അവരുടെ ഗൈഡൻസ് വളരെ നന്നായിരുന്നു എന്നുള്ള കാര്യം. അവരുടെ ലോസ് കുറയാൻ കാര്യം അവർ എക്സ്പെൻസ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തു. മേ ബി ഈ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം സ്റ്റോക്ക് അത് കയറി എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, നമ്മളും ഈ ഓല നമ്മൾ കവർ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞില്ല അതിന് നെഗറ്റീവ് വരാനുള്ളതൊക്കെ വന്നു. ആ ഒരു ഫാക്ടറി ഇനി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു കാര്യത്തിലും ഈ വിലയ്ക്ക് നടക്കത്തില്ല. കാര്യം ആ ഗിഗാ ഫാക്ടറി എന്നൊക്കെ പറയുന്നത് ഭയങ്കര രസമാണ് കാണാനായിട്ട്. അതിനൊരു ക്യാപിറ്റൽ കോസ്റ്റ് ഇല്ലേ? അത് വെച്ച് നോക്കുമ്പോൾ ഓല ഇലക്ട്രിക് ഭയങ്കരമായിട്ട് താഴെ വന്ന് കിടക്കുകയാണ്. ഇനി ഒരാൾക്ക് പുതിയതായിട്ട് ആ ഫാക്ടറി ഈ കോസ്റ്റിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആ സ്റ്റോക്കിനെ നമ്മൾ സ്പോട്ട് ലൈറ്റിലേക്ക് അവതരിപ്പിച്ചു എന്നുള്ള. സ്റ്റോക്ക് 18% കയറിയത് അത് നമ്മുടെ പ്യുവർ ലക്കാണ്. നമ്മൾ സാധാരണ എന്തെങ്കിലും ഫോർവേഡ് ലുക്കിംഗ് ആയിട്ട് ആലോചിക്കുമ്പോൾ അത് നടന്നു കഴിഞ്ഞാൽ നമ്മളെ തന്നെ പറയണത് ഒന്നില്ലെങ്കിൽ നമ്മൾ ലക്കിയാണ്, അല്ലെങ്കിൽ നമ്മൾ ഫൂളാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളൊരു കള്ളനാണ്, ലൈയിങ് ആണ് നമ്മൾ പറയുന്നത്. അല്ലാണ്ട് ഒരു ഫോർകാസ്റ്റിംഗ് കറക്റ്റ് ആയി എന്നതിൽ നമുക്ക് ക്രെഡിറ്റ് എടുക്കാനൊന്നും നമുക്ക് പറ്റില്ല എന്നുള്ള. പക്ഷേ ഈ ഓലയുടെ റിസൾട്ടിനേക്കാളും ഞാൻ പ്രത്യേകിച്ച് കാണുന്ന ഒരു കാര്യം എന്നറിയോ, ഓല ഇന്നലത്തെ ആ അവരുടെ മാനേജ്മെൻറ്റ് കമൻട്രിയിൽ അവരൊരു വർത്താനം പറഞ്ഞു. അതായത് അവർ പറഞ്ഞു വെച്ചാൽ അവർക്ക് ആവശ്യത്തിന് റെയർ എർത്ത് മാഗ്നറ്റ്സിൻ്റെ സ്റ്റോക്ക് ഉണ്ട്. ഏതാണ്ട് 2 കൺട്രിയിൽ നിന്ന് നല്ല രീതിയിൽ അവർ സ്റ്റോക്ക് ചെയ്ത് ഡൈവേഴ്സിഫൈ ചെയ്ത് പർച്ചേസ് ചെയ്ത് വച്ചിട്ടുണ്ട്. കാര്യം ഇലക്ട്രിക് വെഹിക്കിൾസിലെ ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് റെയർ എർത്ത് മാഗ്നറ്റ്സ്. അതിൻ്റെ സിഗ്നിഫിക്കൻസും റെലവൻസും ഞങ്ങൾ മനസ്സിലാക്കുന്ന കാരണം ഞങ്ങൾ അതിന് പ്രിപ്പയർഡാണ്. ബട്ട് ഞങ്ങൾ 1.5 കൊല്ലം തന്നെയായി, പ്രത്യേകിച്ച് ഈ ഏപ്രിലിന് ശേഷം 2025 ശേഷം ഞങ്ങൾ ഒരു പ്രോഗ്രാം ഭയങ്കരമായിട്ട് ഞങ്ങൾ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തു. എന്താണെന്നറിയോ? റെയർ എർത്ത് മാഗ്നറ്റ് ഇല്ലാതെ മോട്ടർ ഉണ്ടാക്കുന്നത്. റെയർ എർത്ത് മാഗ്നറ്റ് ഇല്ലാതെ, അതായത് റെയർ എർത്ത് മാഗ്നറ്റ് ഫ്രീ മോട്ടോഴ്സ് ഓല ഡെവലപ്പ് ചെയ്തു എന്നുള്ള വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. കാര്യം ലോകത്തുള്ള എല്ലാവരും അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഓല അങ്ങനെ ഒരു ടെക്നോളജിക്കൽ ബ്രേക്ക് ത്രൂ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം സക്സസ്ഫുൾ ആണെന്നുള്ളത് മോഡലുകൾ ഇറങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ളത്. ബട്ട് ഈവൻ ദെൻ ഒരു ഇനിഷ്യൽ അസസ്മെന്റിൽ ദാറ്റ് ഇസ് എ ഗ്രേറ്റ്. ഇനി അതിൻ്റെ പേരിലാണോ സ്റ്റോക്ക് കയറിയതെന്ന് എനിക്കറിയില്ല. അത് തീർച്ചയായിട്ടും നമുക്കൊരു സ്റ്റോക്ക് കയറുന്നതിന് എന്താണ് റീസൺ എന്ന് നമുക്ക് പറയില്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അവരുടെ ലോസസ്
ഹാഫ് ആയത് കാരണം മാനേജ്മെന്റ് ഞങ്ങൾ പ്രോഫിറ്റബിൾ ആവും, ഓല പ്രോഫിറ്റബിൾ ആവും എന്നുള്ള കമൻട്രിയിലാണ് കയറിയെന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ അതിനകത്ത് നിന്ന് ബിറ്റായിട്ട് അവരുടെ മാനേജ്മെന്റ് കമൻട്രി ഇന്നലെ സൂക്ഷ്മതയോടെ ഞാൻ വായിച്ചപ്പോൾ റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എനിക്ക് കിട്ടിയത് അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നു. പിന്നെ സ്റ്റോക്ക് കയറി, ഇപ്പം നമ്മൾ സ്പോട്ട്ലൈറ്റ് അവതരിപ്പിച്ച കാരണം കയറി, അങ്ങനെ ഒരിക്കലും നിങ്ങൾ എടുക്കരുത്. നമ്മൾ റെക്കമെൻഡേഷൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് കാരണം അത് കയറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വളരെ ലക്കിയാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറഞ്ഞില്ല, ആരെങ്കിലും പറയുന്നതനുസരിച്ച് സ്റ്റോക്ക് മൂവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റ് മൂവ് ചെയ്യണമെങ്കിൽ ഈദർ ഹീസ് ലക്കി ഓർ ഹീസ് എ ഫൂൾ ഓർ ഹീസ് എ ലയർ എന്നാണ് പറയുന്നത്. അതിൽ ഏതോ കാറ്റഗറിയിൽ നമ്മളും ഉൾപ്പെടുന്നു എന്നുള്ള ഒരു ഡിസ്ക്ലൈമറും കൂടെ പറഞ്ഞു വയ്ക്കണം. കാര്യം ഫ്യൂച്ചർ പറയുന്നത് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ജോലിസിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിക്ക് പോകണം എന്നുള്ള, നമ്മൾ ആ കമ്പനിയുടെ ബിസിനസിന്റെ സ്റ്റേറ്റസ് പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് എല്ലാ നെഗറ്റീവ്സും അതിനകത്ത് പ്രൈസ്ഡ് ആയി എന്ന് തോന്നുന്നു. എല്ലാവരും, അതായത് ഏത് സോഷ്യൽ മീഡിയ എടുത്താലും ഓലയ്ക്കുള്ളത് ഒരു നെഗറ്റീവാണ്. എന്നാൽ അവരുണ്ടാക്കിയിരിക്കുന്ന ഫാക്ടറിയുടെ ആ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ റോബോട്ടിക്സ് ഓട്ടോമേഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു വേൾഡ് ക്ലാസ് മെഗാ ഫാക്ടറി വേറെ ഇല്ല എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് ആ ഒരു ഫാക്ടറി റീബിൽഡ് ചെയ്യണമെങ്കിൽ എത്രത്തോളം കാശിടണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓല ഏതെങ്കിലും സമയത്ത് പൊട്ടിപ്പോകുമോ എന്ന് നോക്കുകയാണെങ്കിൽ എനിക്കറിയില്ല. കാര്യം വേറെ ആരെങ്കിലും വന്ന് ബൈ ഔട്ട് ചെയ്തേക്കാം. അത്രയ്ക്ക് മാത്രം ഇൻഫ്രാസ്ട്രക്ചർ അവർക്ക് ഉണ്ടെന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഈ ഓല അവതരിപ്പിച്ചെന്നുള്ളത്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്ന കാര്യം ഈ റെയർ എർത്ത് മാഗ്നറ്റ്സിന്റെ കാര്യത്തിൽ ഈ പറയുന്ന ഓല എടുത്ത സ്റ്റാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള പറഞ്ഞു വയ്ക്കുന്നു. യെസ്, അതോടൊപ്പം തന്നെ അവരുടെ ഓട്ടോ സെഗ്മെന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമന്ററി വളരെ പോസിറ്റീവ് ആയിരുന്നു സാർ പറഞ്ഞതുപോലെ തന്നെ. അതോടൊപ്പം തന്നെ എബിറ്റ ഇംപ്രൂവ് ആയതും പ്രധാനമായിട്ടും ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു മൂവ്മെന്റിന് കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക. ഏതായാലും ഇന്നും ഓല തുടക്കഘട്ടത്തിൽ ഒരു 2% കൂടുതൽ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലേക്ക് മാറുന്നുണ്ട് ട്രേഡിംഗ്. ഏതായാലും നമുക്ക് മാർക്കറ്റിന്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് കടക്കാം. അതിനായിട്ട് ഇപ്പോൾ റിസർച്ച് ഡെസ്കിൽ നിന്ന് നിഖിലാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. നിഖിൽ, നമ്മൾ ഇന്നലത്തെ ഒരു പെർഫോമൻസിൽ നിന്നും ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും 25,100 എന്നുള്ള ഒരു ലെവല് റീക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ള ട്രേഡിംഗ് ആണ് കാണുന്നത്. എസ്പെഷ്യലി സെക്ടേഴ്സിലേക്ക് നോക്കുന്ന സമയത്ത് ഇന്നലെ കൂടുതൽ ഇടിവായിരുന്നു കണ്ടതെങ്കിൽ ഇന്നൊരു അല്പം പോസിറ്റിവിറ്റി നമുക്ക് തുടക്ക മിനിറ്റിൽ തന്നെ ഒരു കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിഫ്റ്റി 50ലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവായ ഒരു രീതിയിലാണ് നിലവിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് നടക്കുന്നത്. ഏകദേശം ഒരു 25 ബേസിസ് പോയിന്റുകളുടെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് നിലവിൽ ഈ 25,103 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ഇപ്പോൾ നിഫ്റ്റി 50യിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോകൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 38 കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുമ്പോൾ 11 കമ്പനികൾക്കാണ് നിഫ്റ്റി 50യിൽ നിന്ന് ഒരു ഇടിവുള്ളത്. അതായത് 38 കമ്പനികൾ കൂടുതൽ കമ്പനികൾക്കും ഇന്നൊരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റി 50യിൽ നിന്ന് സാധിക്കുന്നു. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിലും ഏകദേശം ഒരു 0.5% മുകളിലുള്ളൊരു നേട്ടം നിഫ്റ്റി ബാങ്കും പ്രകടിപ്പിക്കുന്നു. നിലവിൽ 56,932 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ഇപ്പോൾ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോയിൽ നിലവിൽ 9 ബാങ്കിങ് ഓഹരികൾക്ക് ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നു. 3 ഓഹരികൾ മാത്രമാണ് ഇപ്പോൾ ഒരു ഇടിവ് നിഫ്റ്റി ബാങ്കിൽ നിന്നും കാഴ്ചവെക്കുന്നത്. അങ്ങനെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ട്രേഡിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മികച്ച ഒരു തുടക്കം തന്നെ ലഭിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. നിഫ്റ്റി 50യിലെ തന്നെ കമ്പനികളുടെ ഒരു പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ഓട്ടോ കമ്പനികളുടെ ഭാഗത്ത് നിന്ന് മികച്ച ഒരു പെർഫോമൻസ് ഇപ്പോഴുണ്ടാകുന്നു. ഹീറോ മോട്ടോകോപ്പിൻ്റെയും മറ്റുമൊക്കെ ഓഹരികൾ നിലവിൽ പരിശോധിക്കുമ്പോൾ 1.5%ഉള്ളൊരു നേട്ടം ഉണ്ടാകുന്നു. ഏഷ്യ മോട്ടോഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ 0.25%ഉള്ളൊരു നേട്ടം നിലനിർത്തുന്നു. ഭാരത് ഇലക്ട്രോണിക്സും 0.5% മുകളിലുള്ളൊരു നേട്ടത്തിലെത്തുമ്പോൾ നിലവിൽ ശ്രീറാം ഫിനാൻസിൻ്റെ ഓഹരികൾക്കും മികച്ച രീതിയിലുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഏകദേശം 1%ഉള്ളൊരു നേട്ടം ശ്രീറാം ഫിനാൻസ് കാഴ്ചവെക്കുന്നു. ഇൻഡസ്ഇൻഡ് ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിലും ഏകദേശം 0.5% മുകളിലുള്ളൊരു നേട്ടം നിലവിൽ ഇൻഡസ്ഇൻഡ് ബാങ്കും ഇപ്പോൾ നിലനിർത്തുന്നു. നിഫ്റ്റി 50യിൽ തന്നെ ഇപ്പോൾ ഇടിവിൽ തുടർന്ന ഒരു ഓഹരി പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഇപ്പോൾ കാണാൻ സാധിക്കുന്ന HCL ടെക്കിൻ്റെ ഓഹരികളാണ്. ഏകദേശം ഒരു 4%ഉള്ളൊരു ഇടിവിലേക്ക് നിലവിൽ ഇപ്പോൾ HCL ടെക്കിൻ്റെ ഓഹരി ഇപ്പോൾ വീണിരിക്കുന്നു എന്നൊരു വാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ 1ാം പാദഫലവും മറ്റുമൊക്കെ ഇന്ന് ലഭ്യമായിരുന്നു. ഏകദേശം 10% ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ളൊരു ഇടിവാണ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിലും മറ്റുമൊക്കെ ഉണ്ടായിരിക്കുന്നത്. കമ്പനിയുടെ റവന്യൂവിലും മറ്റുമൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സും മറ്റുമൊക്കെ കാണാൻ സാധിച്ചിരുന്നെങ്കിൽ കൂടി നെറ്റ് പ്രോഫിറ്റിലും മറ്റുമൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു ഇടിവിൻ്റെ കാരണത്താൽ ഏകദേശം ഒരു 4% ഒരു ഇടിവ് HCL ടെക്നോളജീസ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നു എന്നൊരു വാർത്തയാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. കൂടാതെ കമ്പനിയുടെ ഒരു ബ്രോക്കറേജ് റിപ്പോർട്ട് കൂടി പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ മോത്തിലാൽ ഒസ്വാൾ ഒരു ബൈ റേറ്റിംഗ് നിലവിൽ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു HCL ടെക്നോളജീസിന് എന്നൊരു വാർത്തയാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ടാർഗറ്റ് പ്രൈസായിട്ട് നിലവിൽ മോത്തിലാൽ ഒസ്വാൾ ഈ 2,000 രൂപയാണ് ഇപ്പോൾ HCL ടെക്കിൽ ഒരു ടാർഗറ്റ് പ്രൈസായിട്ട് പറഞ്ഞിരിക്കുന്നത്. നിലവിലെ ഒരു പ്രൈസ് പരിശോധിക്കുകയാണെങ്കിൽ 1,155 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ഇപ്പോൾ HCL ടെക്നോളജീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മോത്തിലാൽ ഒസ്വാൾ 2026 സാമ്പത്തിക വർഷത്തിൻ്റെ 2ാം പാദത്തിൽ മികച്ച ഒരു പെർഫോമർ ആകാൻ വേണ്ടിയിട്ട് HCL ടെക്നോളജീസിന് സാധിക്കും എന്നൊരു കാര്യമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കമ്പനിയുടെ റവന്യൂയിലേക്ക് കടക്കുകയാണെങ്കിലും മറ്റുമൊക്കെ ഏകദേശം
9.4% ഒരു വർധനവും. എബിറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം 2.1% നമുക്ക് നിഖിലേക്ക് വീണ്ടും തിരിച്ചു വരാം. ഇപ്പോൾ സർ, ഇപ്പോൾ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാർത്ത വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ബോംബ് ത്രെട്ട് വന്നിരിക്കുകയാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്. അതിൻ്റെ ഒരു മെയിൽ ഐ ഡിയാണ് ഏറ്റവും രസകരമായിട്ടുള്ളത്. കൊമറേഡ് പിണറായി വിജയൻ എന്നുള്ള ഒരു മെയിൽ ഐ ഡിയിൽ നിന്നാണ് ഒരു ബോംബ് ത്രെട്ട് വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഏതായാലും ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അവിടെ കാര്യമായിട്ടുള്ള ഒരു പരിശോധനകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ബോംബ് ഡിസ്പോസൽ ടീമിന് കാര്യമായിട്ടുള്ള സസ്പീഷ്യസ് ആയിട്ടുള്ള ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മൾ വരുന്ന മിനിറ്റുകളിലൊക്കെ തന്നെ പറയുന്നതായിരിക്കും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപ് ഇപ്പോൾ വീണ്ടും നിഖിലിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. ജാസ്മിൻ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ HCL ടെക്കിൻ്റെ ഒരു ബ്രോക്കറേജ് റിപ്പോർട്ടായിരുന്നു നമ്മൾ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. HCL ടെക്കിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാം പാദത്തിൽ ഒരു നിരാശയുണ്ടായെങ്കിലും രണ്ടാം പാദത്തിൽ മികച്ച ഒരു തിരിച്ചുവരവ് തന്നെ കമ്പനിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് മോത്തിലാൽ ഓസ്വാൾ ചൂണ്ടിക്കാണിക്കുന്നു. കമ്പനിയുടെ ഒരു പെർഫോമൻസും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ 2026 രണ്ടാം പാദത്തിൽ റവന്യൂ ആയാലും എബിറ്റ് ആയാലും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയാലും മറ്റുമൊക്കെ കമ്പനിക്ക് ഏകദേശം ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിലേക്ക് മറ്റുമൊക്കെ കടക്കുകയാണെങ്കിലും ഇയർ ഓൺ ഇയറിൽ ഏകദേശം 5.3% ഒരു വർധനവ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് HCL ടെക്നോളജീസിന് സാധിക്കും എന്നൊരു കാര്യമാണ് ഇപ്പോൾ മോത്തിലാൽ ഒസ്വാൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എങ്കിൽ കൂടിയും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 2026 ഒരു എസ്റ്റിമേറ്റിലും മറ്റുമൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു കുറവും ഇപ്പോൾ മോത്തിലാൽ ഒസ്വാൾ വരുത്തിയിരിക്കുന്നു. 2027 സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുകയാണെങ്കിൽ മറ്റുമൊക്കെ കാര്യമായ മാറ്റങ്ങളൊന്നും കമ്പനിയുടെ എസ്റ്റിമേറ്റിലും മറ്റൊന്നും വരുത്തിയിട്ടില്ല എന്നൊരു കാര്യം കൂടിയാണ് നമുക്കിപ്പോൾ സൂചിപ്പിക്കാനായിട്ടുള്ളത്. കമ്പനിയുടെ ഒരു 2027 കമ്പനി എത്തുമ്പോഴേക്കും കമ്പനിയുടെ മാർജിൻസും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 18-18% പ്രോഫിറ്റ് മാർജിനും മറ്റുമൊക്കെ കമ്പനിക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് നിലവിൽ ഇപ്പോൾ മോത്തിലാൽ ഒസ്വാൾ ഇപ്പോൾ HCL ടെക്നോളജീസിന് നൽകിയിരിക്കുന്നു എന്നൊരു വാർത്ത കൂടിയാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. മറ്റ് കമ്പനികളുടെ പെർഫോമൻസ് നിലവിൽ നിഫ്റ്റി 50യിൽ നിന്ന് പരിശോധിക്കുകയാണെങ്കിൽ സിപ്ലയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 0.25% മുകളിലുള്ളൊരു ഇടിവ് സിപ്ലയിൽ ഉണ്ടാകുന്നു. ടാറ്റ സ്റ്റീൽ പരിശോധിക്കുമ്പോൾ നിലവിൽ ഏകദേശം 1%-ഓളമുള്ളൊരു ഇടിവ് ടാറ്റ സ്റ്റീലും രേഖപ്പെടുന്നു. ഇറ്റേണൽ പരിശോധിക്കുകയാണെങ്കിൽ 0.5% മുകളിലും അൾട്രാടെക് സിമെന്റിലേക്ക് കടക്കുകയാണെങ്കിലും ഏകദേശം 0.5% മുകളിലുമുള്ളൊരു ഇടിവ് നിലവിൽ അൾട്രാടെക് സിമെന്റും ഇപ്പോൾ പുലർത്തുന്നു എന്നൊരു വാർത്തയാണ് നിലവിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം പങ്കുവയ്ക്കാനായിട്ടുള്ളത്. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു മികച്ച ഒരു നേട്ടത്തിലേക്ക് നിഫ്റ്റി ബാങ്ക് കടക്കുന്നു. ഏകദേശം 0.5% ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയിലേക്കുള്ളൊരു നേട്ടം നിഫ്റ്റി ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഏകദേശം 200 ബേസിസ് പോയിന്റുകൾക്ക് മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 56,971 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിലവിൽ ഇപ്പോൾ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ നിഫ്റ്റി ബാങ്കിങ് കമ്പനികളുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ AU സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഓഹരികൾ ഇന്നലത്തെ ഒരു ഇടിവിൽ നിന്ന് ഒരു മികച്ച ഒരു തിരിച്ചുവരവ് നടത്തുന്നു. ഏകദേശം 1%-ഓളമുള്ളൊരു നേട്ടം AU സ്മോൾ ഫിനാൻസ് ബാങ്ക് രേഖപ്പെടുന്നു. ഇൻഡസ്ഇൻഡ് ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും കാനറ ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും മികച്ച തോതിലുള്ളൊരു നേട്ടം. കാനറ ബാങ്ക് ഏകദേശം 1%-ഓട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ളൊരു നേട്ടം കാനറ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഫെഡറൽ ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ 0.5%-ഓളം, പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ഏകദേശം 1.5%-ന് മുകളിലുമുള്ളൊരു മികച്ച പെർഫോമൻസ് നിലവിൽ കാണാൻ സാധിക്കുമ്പോൾ ബാങ്കിങ് ഭീമനായിട്ടുള്ള HDFC ബാങ്കിൻ്റെ ഓഹരികൾ 0.5%-ഓളമുള്ളൊരു നേട്ടം രേഖപ്പെടുന്നു. ബാങ്ക് ഓഫ് ബറോഡ 1.25%-ന് മുകളിലുള്ള വളരെ മികച്ച ഒരു പെർഫോമൻസ് നിലവിൽ ഇപ്പോൾ കാഴ്ചവെക്കുന്നു എന്നൊരു വിവരമാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ഇന്നത്തെ ഒരു സെക്ടേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുമ്പോൾ നിഫ്റ്റി IT, നിഫ്റ്റി മെറ്റൽ സൂചിക മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ സൂചികയിലേക്കും ഒരു പച്ച പടർന്നിരിക്കുന്നു. ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് ഇപ്പോൾ വിപണിയിൽ നിലനിൽക്കുന്നത്. എങ്കിൽ കൂടിയും നിഫ്റ്റി IT പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം ഒരു 0.5%-ന് മുകളിലുള്ളൊരു ഇടിവോടുകൂടി 37,075 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി ITയിൽ ട്രേഡിംഗ് പുരോഗമിക്കുന്നു. നിഫ്റ്റി മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം 0.5%-ന് മുകളിലുള്ളൊരു ഇടിവ് നിലവിൽ നിഫ്റ്റി മെറ്റൽ സൂചികയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. നിലവിലൊരു മികച്ച ഒരു മൊമെൻറ്റം കാണാൻ വേണ്ടി ഇപ്പോൾ സാധിക്കുന്നത് നിഫ്റ്റി PSU ബാങ്കിങ് സൂചികയുടെ ഭാഗത്ത് നിന്നാണ്. ഏകദേശം 1%-ന് മുകളിലുള്ളൊരു നേട്ടം നിഫ്റ്റി PSU ബാങ്കിങ് സൂചിക രേഖപ്പെടുത്തിക്കൊണ്ട് 7,151 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ഇപ്പോൾ നിഫ്റ്റി PSU ബാങ്കിങ്ങിൽ ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. ഇതിൽ തന്നെ കമ്പനികളുടെയും മറ്റുമൊക്കെ പെർഫോമൻസിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെയും മറ്റുമൊക്കെ ഭാഗത്തു നിന്ന് ശക്തമായൊരു പെർഫോമൻസ് ഉണ്ടാകുന്നു. 1.25%-ന്റെ ഒരു നേട്ടം ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കാഴ്ചവെക്കുമ്പോൾ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര 1.5%-ന് മുകളിലുള്ളൊരു നേട്ടത്തിലേക്ക് എത്തുന്നു. യൂക്കോ ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിലും മറ്റുമൊക്കെ 1.25%-ന്റെ ഒരു പെർഫോമൻസ്. ബാങ്ക് ഓഫ് ബറോഡ 1.25%-ന് മുകളിലും ഉള്ളൊരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ നിലവിൽ യൂണിയൻ ബാങ്കിൻ്റെ ഓഹരികൾ മാത്രമാണ് ഒരു ചെറിയ തോതിലെങ്കിലും ഒരു ഇടിവ് നിഫ്റ്റി PSU ബാങ്കിങ് സൂചികയിൽ നിന്ന് പ്രകടിപ്പിക്കുന്നത് എന്നൊരു വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത്.
നിഫ്റ്റി PSU ബാങ്ക് പോലെ തന്നെ നിഫ്റ്റി മീഡിയയിലേക്ക് കടക്കുകയാണെങ്കിൽ മികച്ച ഒരു പെർഫോമൻസ് ഉണ്ടാക്കുന്നു. ഏകദേശം 0.25% മുകളിലുള്ള നേട്ടം നിഫ്റ്റി മീഡിയ രേഖപ്പെടുത്തിക്കൊണ്ട് 1742 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിലവിൽ നിഫ്റ്റി മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. ഇതിൽ തന്നെ ഒരു മികച്ച ഒരു നേട്ടം നിലവിൽ കാഴ്ചവെക്കുന്നത് നിലവിൽ ഇപ്പോൾ ഡിഷ് ടിവിയുടെ ഓഹരികളാണ്. ഡിഷ് ടിവിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 3% ഉള്ളൊരു നേട്ടം ഡിഷ് ടി വി കാഴ്ചവെക്കുമ്പോൾ ഡെന്നോക്ടോക്സിൻ്റെ ഓഹരികളിലും 2.25% ഒരു നേട്ടം ഉണ്ടാകുന്നു. ഹാത്വേ കേബിൾ 1.5%, സരേഗമ ഏകദേശം 0.5% മുകളിലുമുള്ളൊരു നേട്ടം നിലവിൽ കാഴ്ചവെക്കുന്നു. സി എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിലും നിലവിൽ ഏകദേശം 1.5% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ട്രേഡിംഗ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സി എൻ്റർടൈൻമെൻറ്റ്സിന് നിലവിൽ സാധിക്കുന്നു എന്നൊരു വാർത്ത കൂടിയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത്. മറ്റൊരു ബ്രോക്കറേജ് റിപ്പോർട്ടായിട്ട് ഇപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത് മോർഗൻ സ്റ്റാൻലിയുടെ ഒരു ബ്രോക്കറേജ് റിപ്പോർട്ടാണ്. സൺഫാർമയ്ക്ക് ഒരു ഓവർവെയ്റ്റ് റേറ്റിംഗ് ഇപ്പോൾ നൽകിയിരിക്കുന്നു എന്നൊരു വാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് 1960 രൂപയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓഹരി പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം ഒരു 1.25% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 1704 എന്നൊരു നിരക്കിലാണ് നിലവിൽ ഇപ്പോൾ സൺഫാർമയിൽ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ മറ്റുമൊക്കെ US നിന്നും മറ്റുമൊക്കെ ലഭിച്ചിരിക്കുന്ന ഒരു പാറ്റന്റ് ലെക്സെൽവിയും മറ്റുമൊക്കെ കമ്പനിക്ക് US ലോഞ്ച് ചെയ്യാൻ വേണ്ടി സാധിച്ചു. കൂടാതെ കമ്പനിക്ക് മറ്റ് പാറ്റന്റ് മറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കേസുകളിലും മറ്റുമൊക്കെ ഒരു പരിഹാരം കാണാനും നിലവിൽ സൺഫാർമയ്ക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതൊരു മികച്ച ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നിലവിൽ മോർഗൻ സ്റ്റാൻലി സൺഫാർമയിൽ കാണുന്നത്. ഈ ഒരു പോസിറ്റീവ് കാറ്റലിസ്റ്റുകളുടെയും മറ്റുമൊക്കെ ഒരു ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഓവർവെയ്റ്റ് റേറ്റിംഗ് നിലവിൽ ഇപ്പോൾ മോർഗൻ സ്റ്റാൻലി സൺഫാർമയ്ക്ക് നൽകിയിരിക്കുന്നു എന്നൊരു വിവരം കൂടിയാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. അവസാനമായിട്ട് മാർക്കറ്റിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നിരക്കിലുള്ളൊരു നേട്ടം ഇപ്പോഴും തുടർന്നു. 20119 എന്ന് പറയുന്നൊരു നിരക്കിൽ നിഫ്റ്റി 50യിൽ ട്രേഡിംഗ് നടക്കുമ്പോൾ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 0.5% ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടത്തിലെത്താൻ സാധിക്കുന്നു. ഏകദേശം 250 ബേസിസ് പോയിന്റുകളുടെ ഒരു നേട്ടം കാഴ്ചവെച്ചുകൊണ്ട് 57012 എന്നൊരു നിരക്കിലാണ് നിലവിൽ ഇപ്പോൾ നിഫ്റ്റി ബാങ്കിലും ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. ജാസ്മിൻ, ഇവയൊക്കെയാണ് നമുക്ക് ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റുകൾ. ജാസ്മിൻ. ഇപ്പോൾ നിഖിലാണ് മാർക്കറ്റിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റ് നൽകിയത്. ഏതായാലും മറ്റ് പ്രധാനപ്പെട്ട ഒരു ന്യൂസിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ബ്രേക്ക് ചെയ്ത ആ ന്യൂസിലേക്ക് തന്നെ പോകാം. ഏതായാലും കൊമ്രേഡ് പിണറായി വിജയൻ എന്ന അക്കൗണ്ടിൽ നിന്നാണ് ബോംബ് ത്രെട്ട് BSEക്ക് ഉണ്ടായിരിക്കുന്നത്. RDX ബേസ്ഡ് IED സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഈ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാകുമെന്നാണ് ആ ഒരു മെയിലിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പോലീസ് ആൻഡ് ബോംബ് സ്ക്വാഡ് കാര്യമായിട്ടുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട്. സസ്പീഷ്യസ് ആയിട്ടുള്ള ഒന്നും തന്നെ അവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും പുതിയ സോഴ്സ് നമുക്ക് കിട്ടുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ വരുന്നത്. കാര്യമായിട്ടുള്ള ഈ ഒരു പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭാരതീയ ന്യായ സംഹിതയുടെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും അതിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളൊക്കെ തന്നെ നമ്മൾ വഴിയെ പറയുന്നതാണ്. സർ, ഇപ്പോൾ നമ്മൾ ടെസ്ലയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് അല്ലേ? 64 lakhs ആണെന്ന് തോന്നുന്നു അല്ലേ? 61 lakhs എന്നാണ് പറയപ്പെടുന്നത്. ഏതാണ്ട് 6 കളറിൽ അവൈലബിൾ ആയിരിക്കും എന്നാണ് സോഴ്സസ് പറയുന്നത്. ഒഫീഷ്യൽ ലോഞ്ച് ആയിട്ടില്ല എന്നുള്ള വി ആർ വെയിറ്റിംഗ് ഫോർ ദ ഫൈൻ പ്രിന്റ് എന്നുള്ളത്. 61 lakh and 6 colors എന്നാണ് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഒരു റിപ്പോർട്ടുകൾ, ഫസ്റ്റ് റിപ്പോർട്ട്സ് ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ വരുന്ന വഴിക്ക് തന്നെ അറിയിക്കുന്നതായിരിക്കും. ഏതായാലും ഇനി മാർക്കറ്റിൻ്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സിലേക്ക് കടക്കുകയാണ്. അതിനായിട്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്യുന്നത് അഹല്യ ഫിൻഫോറക്സ് വൈസ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറുമായിട്ടുള്ള അനീഷ് ചന്ദ്രൻ സാറാണ്. ഗുഡ് മോർണിംഗ് സർ ആൻഡ് വെൽക്കം ടു ദ ഷോ. സർ, നമ്മൾ ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടിരുന്ന ഒരു വീക്ക്നെസ്സിൽ നിന്ന് ഒരല്പം മാറി നിന്നുകൊണ്ട് ഒരു പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുന്ന സമയത്ത് 25,100 എന്നുള്ള ഒരു ലെവലും കൈവിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് അത് റീക്ലെയിം ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റി 50യുടെ 100 ടോൺ നിലവിൽ എങ്ങനെയാണുള്ളത്? കഴിഞ്ഞ വീക്കിൽ നമുക്ക് കാണാൻ പറ്റിയത് ഒരു ലോ വോളറ്റൈൽ വീക്കായിരുന്നു. വളരെ വോളറ്റാലിറ്റി ഇല്ലാത്ത ലോ വോളറ്റൈൽ വീക്കായിരുന്നു. ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു ലോവർ എൻഡിലാണെങ്കിൽ വോളറ്റാലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ വോളറ്റാലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോത്ത് സൈഡിലേക്കും ഉണ്ടാവാം. ബട്ട് ഇന്നലത്തെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ലോ പറഞ്ഞതുപോലെ ഏറ്റവും ലോയിലേക്ക് ബ്രേക്ക് ചെയ്തിരുന്നു. ബട്ട് അവിടെ നിന്ന് കുറച്ച് റിക്കവറി, ഒരു റിലീഫ് വന്നതിന് ശേഷമാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ആ ഒരു പോസിറ്റീവ്നെസ് ആണ് ഇന്ന് നമുക്ക് ഓപ്പണിങ്ങിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു പോസിറ്റീവ്നെസ് കുറച്ച് കണ്ടിന്യൂ ഉള്ള സാധ്യത ഉണ്ട്. കഴിഞ്ഞ വീക്കിന്റെ ഒരു നെഗറ്റീവ് മൊമെന്റത്തെ ഇന്ന് ഓവർകം ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഒരു 25,300 അടുത്തേക്ക് മാർക്കറ്റിനെ കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് തള്ളിക്കളയാനായിട്ട് കഴിയില്ല. ബട്ട് 25,300 ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ആസ് ഓഫ് നൗ.
ദെൻ നമ്മൾ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ സപ്പോർട്ട് തന്നെ, ഇന്നലത്തെ ലോവർ പോയിന്റിൽ 25,000 ഒരു സൈക്കോളജിക്കൽ നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. ആ ഒരു സപ്പോർട്ട് തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാവുന്ന സാധ്യതയാണ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിലായിരിക്കും കുറച്ച് മൊമെന്റം കൂടുതൽ വരാനുള്ള സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. സം സോർട്ട് ഓഫ് IT നമ്മൾ ഈ ഒരു മൊമെന്റത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത സെക്കൻഡ് ഹാഫിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്ന കമ്പനികളുടെ ഒരു പെർഫോമൻസിലേക്ക് തന്നെ പോകാം. എസ്പെഷ്യലി IT സെഗ്മെന്റിൽ നിന്നും HCL ടെക് ഇന്ന് 4% കൂടുതലുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തുകയാണ്. കമ്പനിയുടെ ക്വാർട്ടർലി നമ്പേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലാഭത്തിൽ 9.7% ഒരു ഇടിവുണ്ടായിരുന്നു. വരുമാനം 8.2% ഒരു ഉയർച്ചയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എബിറ്റ് മാർജിനിലും നേരിയ ഒരു ഇടിവ് നമ്മൾ കണ്ടതാണ്. HCL ടെക്നോളജീസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ ഈ ഇടിവിൽ പ്രധാനമായിട്ടും ഇൻവെസ്റ്റേഴ്സ് വാഷ് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? ഓക്കെ, IT സെക്ടർ നമ്മൾ പറഞ്ഞതുപോലെ വലിയ പെർഫോമൻസോ കാര്യങ്ങളോ കഴിഞ്ഞ ക്വാർട്ടറിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു ക്വാർട്ടറോടുകൂടി ഡൗൺ ട്രെൻഡിലാണ് ഈ IT സെക്ടർ ഇപ്പോഴും തന്നെ പെർഫോം ചെയ്യുന്നത്. റിക്കവറി മോഡിലേക്ക് എത്തി എന്ന് പറയാനായിട്ട് ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല. ബട്ട് ഇപ്പോൾ HCL ടെക്കില് ഈ കഴിഞ്ഞ ഒരാഴ്ച കാലത്തിലോളമായിട്ട് ഒരു നല്ല ഡൗൺ ട്രെൻഡ് തന്നെയാണ് വന്നത്. കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് വന്ന ഒരു പോസിറ്റീവ് അപ് ട്രെൻഡിന്റെ റിട്രേസ്മെന്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മൂവ്മെന്റ്സ് വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. 1500 ലെവലില് ഇത് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആണ് ഈ 1500 എന്ന് പറയുന്ന ലെവല്. ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യുക. അവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ ഒരു റിക്കവറി സൂചന കാണിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പ്രൊഡിക്ഷൻസ് ഉള്ളത് കാണുന്നത് 1500 എന്ന് പറയുന്ന ഒരു ലെവൽ വളരെ ക്രൂഷ്യലാണ്. അവിടെ വാച്ച് ചെയ്യുക. ദെൻ അവിടെ നിന്ന് താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മൂവ്മെന്റ്സ് 1300 പോകാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ 1500 വാച്ച് ചെയ്യുകയും അവിടെ നിന്ന് റിക്കവറി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ലൊരു മൂവ്മെന്റ്സ് ആയിരിക്കും. 1700 പോകാൻ ഒരു 200 പോയിന്റ് അപ്സൈഡ് ഡൗൺ സൈഡ് ഒരു മൂവ്മെന്റ്സ് ആയിരിക്കും ഇവിടെ വരുന്നത്. എനിവേ വോളിയം ഇപ്പോൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. സോ അത് ഒരു ബൈങ് ആയി മാറുമോ ഇല്ലേ എന്നുള്ളത് ഒന്ന് വെയിറ്റ് ചെയ്ത് കാണുന്നതായിരിക്കും നല്ലത്. മറ്റൊരു സ്റ്റോക്ക് ടാറ്റ ടെക്നോളജീസ് ആണ്. ഇന്ന് 1.91% ഒരു മുന്നേറ്റം സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ റവന്യൂ, എബിറ്റ്, മാർജിൻ, നെറ്റ് പ്രോഫിറ്റിലൊക്കെ തന്നെ കാര്യമായിട്ടുള്ളൊരു സ്ട്രീറ്റ് എസ്റ്റിമേറ്റുകൾക്കൊത്ത് ഉയരാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷേ അപ്പോഴും സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റിവിറ്റി പ്രകടമാക്കുന്നുണ്ട്. ഇന്ന് ടാറ്റ ടെക്നോളജീസ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 730 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ്. ടാറ്റ ടെക്നോളജി കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് നല്ല താഴോട്ട് വന്ന ഒരു സപ്പോർട്ട് സോണിലേക്ക് വന്നിരുന്ന ഒരു സ്റ്റോക്സ് ആണ്. ഇപ്പോൾ അതിൻ്റെ ഒരു കൺസോൾട്ടേഷൻ നടക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്കൊരു ഷോർട്ട് ടൈം വ്യൂവിൽ പറയാൻ വേണ്ടി കഴിയും. കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ 600 and 800 ഒരു 200 പോയിന്റ്സിന്റെ ഇൻ ബിറ്റ്വീൻ ആണ് അവിടെ ഒരു കൺസോൾട്ടേഷൻ നടക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴും അത് റേഞ്ച് ബൗണ്ട് ആയിരിക്കും. അതിൽ 700, 800 ലെവലിൽ കുറച്ചു കാലം ട്രേഡ് ചെയ്യാനുള്ള സാധ്യത. ഇനി നമുക്കൊരു 1 or 2 വീക്സിൽ ഈ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത വിത്തിൻ 700 and 800 ലെവലിൽ. അപ്പോൾ 700 ഇമീഡിയറ്റ് സപ്പോർട്ട് സോൺ ആണ്. ദെൻ അവിടെ നിന്ന് ഒരു 800 വരെയൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട്. ആ റേഞ്ച് ഔട്ടായി പോകാനുള്ള സാധ്യത ഇപ്പോഴത്തെ ലെവലിൽ കാണുന്നില്ല. കാരണം വോളിയം വളരെ കുറവാണ് ഇപ്പോഴത്തെ ലെവലിൽ. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഡീറ്റെയിൽസ് ഒരു കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് അടുത്തൊരു വരാൻ പോകുന്ന വലിയ മൂവ്മെന്റ്സിന് മുന്നോടിയായിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ ആണ്. സപ്പോസ് അത് ഒരു പോസിറ്റീവ് സൈഡിലേക്ക് ആയിരിക്കുമെന്നാണ് നമ്മളുടെ ഒരു പ്രഡിക്ഷൻ. കാരണം കഴിഞ്ഞ ഒരു വർഷം ഡൗൺ സൈഡ് ട്രെൻഡ് ആയിരുന്നു. ആ ട്രെൻഡിന് റിവേഴ്സിലാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നല്ല സൂക്ഷ്മമായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു സ്റ്റോക്സ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. ദെൻ എനി മൂവ്മെന്റ്സ് ഫർദർ അപ്സൈഡ് വരികയാണെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് സെഗ്മെന്റിൽ നിന്നും തേജസ് നെറ്റ്വർക്ക് ആണ്. ഇന്നിപ്പോൾ 6% കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കമ്പനിയുടെ ഒരു ലോസ് വൈഡൻ ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് റിസൾട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. തേജസ് നെറ്റ്വർക്കിനെ സംബന്ധിച്ചിടത്തോളം വരുമാനത്തിൽ 87% ഒരു കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഇടിവ് വന്നിരിക്കുകയാണ്. തേജസിലുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? തേജസ് ഒരുപാട് അപ്സൈഡുകൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ 1400 ഒരു ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തു. ആ ഡൗൺ ട്രെൻഡ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഒരു കൺസോൾട്ടേഷനിലേക്ക് പോവുകയാണ്. അറൗണ്ട് 600 and 750, 800 ലെവലിലൊരു കൺസോൾട്ടേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ഡൗൺ ട്രെൻഡ് ഓവറായി എന്ന് ഇപ്പം എനിക്ക് പറയാനായിട്ട് കഴിയില്ല. സോ അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. ഈ 600 എന്ന് പറയുന്ന ഒരു ലെവല് വളരെ ക്രൂഷ്യലാണ്. ആ ഒരു ലെവലിൽ നമ്മൾ ഒന്നും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എനി ഫർദർ അപ്സൈഡ് കൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് ആണെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് അഗെയിൻ നമുക്ക് പോസിബിലിറ്റി ഉണ്ട്.
സോ അത് വളരെ ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യുക. അതിനുശേഷം ഒരു കൺഫർമേഷനിൽ എത്തുന്നതായിരിക്കും നല്ലത്, വോളിയം സപ്പോർട്ട് ചെയ്താൽ മാത്രം. സ്ട്രോങ് ആയിട്ടുള്ള ക്വാർട്ടർലി നമ്പേഴ്സിന് ശേഷം ഇന്ന് റാലിസ് ഇന്ത്യയുടെ സ്റ്റോക്ക് ഇപ്പോൾ തന്നെ ഒരു 8% കൂടുതലുള്ള ഒരു നേട്ടം തന്നിരിക്കുകയാണ്. 383 രൂപ എന്നുള്ള ഒരു നിലവാരത്തിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. റാലിസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബുള്ളിഷ് മൊമെന്റം കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ചാൻസസ് എത്രമാത്രമാണ്? തീർച്ചയായിട്ടും ഈ ഒരു സെഗ്മെന്റിലുള്ള സ്റ്റോക്സുകളെല്ലാം തന്നെ മൂവ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു സെഗ്മെന്റ് റൈസ് റാലി എന്ന് പറയാം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മാക്രോ ഫാക്ടേഴ്സ് ആണ് ഇപ്പോൾ രാജ്യത്ത് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന ഈ ഒരു സ്റ്റോക്സും ഇതേപോലുള്ള ഈ സെക്ടറിലുള്ള സ്റ്റോക്സും പോസിറ്റീവായിട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. വളരെ കറണ്ട് പോസിറ്റീവ് ട്രെൻഡാണ് ഇപ്പോൾ കാണുന്നത്. നമുക്കൊരു ബ്രേക്ക്ഔട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. 380 ഇപ്പോൾ വരികയാണെങ്കിൽ നല്ലൊരു മൂവ്മെന്റ്സ് ആണ്. ഇപ്പോൾ ഓൾറെഡി 380 വരുന്നുണ്ട്, വിത്ത് വോളിയം നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഡൗൺ സൈഡ് വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റ് റിട്ടയർഡ് ബൈ എന്നുള്ള രീതിയിലായിരിക്കും പോകാൻ സാധ്യത. എനിവേ എനിക്ക് തോന്നുന്നു അറൗണ്ട് 400 എബോ 440 വരെയൊക്കെ പോകാനുള്ള സാധ്യത ഈ സ്റ്റോക്സിലുണ്ട്. റാലി കണ്ടിന്യൂ ചെയ്യും. അത് പോസിറ്റീവ് ട്രെൻഡിലേക്ക് കടന്നിരിക്കുന്ന ഒരു സ്റ്റോക്സ് തന്നെയാണ്. അപ്പോൾ എനി ഡിപ്പ് എന്തെങ്കിലും ഫർദർ ചെറിയ ഡിപ്പുകളൊക്കെ വരികയാണെങ്കിൽ, പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വരികയാണെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. വോളിയം ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അതേപോലെ തന്നെ ഇപ്പോഴത്തെ സെക്ടേഴ്സിന്റെയും ട്രെൻഡ് എന്ന് പറയുന്നത് പോസിറ്റീവായി. അനീഷ് സർ, അവസാനമായിട്ട് ഓല ഇലക്ട്രിക്കിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു 2.83% ഒരു ഇടിവിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലത്തെ ഒരു പെർഫോമൻസ്, ആ ഒരു റാലി നമ്മൾ കണ്ടതാണ്. റിസൾട്ടുകൾക്ക് ശേഷം ഏകദേശം 19% ഒരു മുന്നേറ്റത്തോടു കൂടി ഒരു അപ്പർ സർക്യൂട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക്. കമ്പനിയുടെ റിസൾട്ടുകൾ അല്ലെങ്കിൽ നെറ്റ് ലോസ് അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മൊത്തത്തിൽ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രീറ്റ് എസ്റ്റിമേറ്റ് ചെയ്ത അത്ര ഒരു പെർഫോമൻസ് കമ്പനി കാഴ്ചവെച്ചിട്ടില്ല. നെറ്റ് ലോസ് കമ്പനി റിപ്പോർട്ട് ചെയ്തപ്പോഴും മാനേജ്മെൻറ്റ് കമൻട്രിയിലാണ് സ്റ്റോക്ക് പിടിച്ചു നിന്നത് എന്ന് തന്നെ പറയാം. അവരുടെ ഓട്ടോ സെഗ്മെൻറ്റിലെ എബിഡ ഒക്കെ തന്നെ പോസിറ്റീവായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ പോസിറ്റീവായിട്ടുള്ള മാനേജ്മെൻറ്റ് കമൻട്രിയും സ്റ്റോക്കിലെ പിന്തുണച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു സ്റ്റോക്കിലുള്ള ഓല ഇലക്ട്രിക് മൊബിലിറ്റിയിലുള്ള സാറിൻ്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാനെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡൗൺ ട്രെൻഡിലാണ് സ്റ്റോക്സ്, ട്രെൻഡ് റിവേഴ്സിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് ഡിസംബറിലും ഇതേപോലുള്ള മാനേജ്മെന്റ് കമൻട്രി, കഴിഞ്ഞ ഡിസംബർ ക്വാർട്ടറിൽ ആ സമയത്ത് മാനേജ്മെന്റ് കമൻട്രി വന്നപ്പോഴേക്കും അവിടെ അന്ന് അപ്പർ സീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഡിസംബർ ഒരു മിഡോട് കൂടിയിട്ട് എനിക്ക് തോന്നുന്നു അവിടെ പോസിറ്റീവായിട്ട്, അന്ന് ഒരു മൺഡേ ആയിരുന്നു തോന്നുന്നു, പോസിറ്റീവ് അപ്സൈഡ് ഉണ്ടായിരുന്നു. 1-2 ദിവസങ്ങളിൽ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തതിന് ശേഷം അതിനുശേഷം വീണ്ടും ഒരു 18 റിവേഴ്സൽ ഡൗൺ സൈഡിലേക്ക് വന്നതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. സോ ഞാൻ പറയുന്നത് വെയിറ്റ് ചെയ്ത് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രം പോവുക. കാരണം ഇതിന്റെ വോളിയം വരുന്നത് 1-2 ദിവസത്തേക്കുള്ള വലിയ ഇമ്പ്രൂവ്മെന്റ്സ് ആണ്. കഴിഞ്ഞ ഈ ക്വാർട്ടറുകളിൽ ചില സമയങ്ങളിലുള്ള മാനേജ്മെന്റ് കമൻട്രി ഒക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള പോസിറ്റീവ് ട്രെൻഡ് കാണിക്കാറുണ്ട്. എനിവേ ഇതൊരു ബോട്ടം ടൗൺ ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ബട്ട് ഈ ബോട്ടത്തിൽ നിന്ന് എത്രത്തോളം റിക്കവറിക്ക് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്ത് കാണുക. കമൻട്രിക്ക് അനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് വന്നാൽ മാത്രമേ സ്റ്റോക്സിലെ ഇമ്പ്രൂവ്മെന്റ് വരുള്ളൂ. എങ്കിലും ഒരു സപ്പോർട്ട് സോണിലാണ് ഇപ്പോൾ. എന്തെങ്കിലും ഫർദർ അപ്സൈഡ് വരികയാണെങ്കിൽ നല്ലൊരു മൂവ്മെന്റ്സ് 60 അടുത്തൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ എൻട്രി ചെയ്യുകയായിരിക്കും നല്ലത്. താങ്ക് യു സോ മച്ച്. അനീഷ് സാറാണ് ഇത്രയും സമയം നമ്മളോടൊപ്പം മാർക്കറ്റിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ടെക്നിക്കൽ ആസ്പെക്ട്സും സ്റ്റോക്കുകളുടെ ടെക്നിക്കൽ ലെവൽസും ഡിസ്കസ് ചെയ്തത്. സുരജ് സാർ, നമുക്ക് ഏതായാലും ഇന്നത്തെ ഒരു സ്പോട്ട്ലൈറ്റ് സെഗ്മെന്റിലേക്ക് നീങ്ങേണ്ട സമയമായിട്ടുണ്ട്. ജാസ്മിൻ, ഇന്ന് സ്പോട്ട്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ വലിയ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ന്യൂസും ഹെഡ്ലൈൻസ് ഒന്നും ഇല്ല. എങ്കിലും ഞാൻ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ നമ്മുടെ ഇൻഫ്ലേഷൻ ഫിഗേഴ്സ് വന്നല്ലോ. അതിൽ പ്രത്യേകിച്ച് ഫുഡ് ഇൻഫ്ലേഷൻ ഒരു ഡിഫ്ലേഷൻ ലെവൽ, അതായത് -0.1 എന്ന് പറയുന്ന പെർസെന്റിലേക്ക് പോയി എന്നാണല്ലോ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം അഗ്രികൾച്ചർ നമ്മുടെ ഇവിടെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. മോൺസൂണിനെ കുറിച്ചും നന്നായിട്ടുള്ളൊരു ഗൈഡൻസ് അല്ലെങ്കിൽ ഫോർകാസ്റ്റാണ് മോൺസൂണിനെ കുറിച്ച് വരുന്നതെന്നാണ്. അപ്പോൾ ശരിക്കും ഞാൻ ആലോചിക്കുന്ന ഈ ആഗ്രി റിലേറ്റഡ് സ്റ്റോക്ക്, അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ റാലീസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ റിസൾട്ട് ഇന്നലെ വന്നിരുന്നു അല്ലേ. റാലീസിൻ്റെ വളരെ ഫാബുലസ് ആയിട്ടുള്ള റിസൾട്ടാണ്. എനിക്ക് തോന്നുന്നു സ്റ്റോക്കിന്റെ പെർഫോമൻസും നന്നായിരിക്കുന്നില്ല. അപ്പോൾ ഈ ആഗ്രി ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിനാണ് അതിനുള്ളൊരു ഇമ്പോർട്ടൻസ് നമ്മൾ ഈ ക്വാർട്ടറിൽ നമ്മളൊന്ന് ജസ്റ്റ് നോക്കുന്നത്. അതെങ്ങനെയാണ് ഫുഡ് ഇൻഫ്ലേഷനെ ഡ്രൈവ് ചെയ്യണത് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പം ആഗ്രി പ്രോഡക്ട്സിനുള്ള ഒരു ത്രെട്ട് എന്ന് പറഞ്ഞാൽ US നിന്നും ഈ പറയുന്ന പോലെ നമ്മളും US തമ്മിലുള്ള ടാരിഫ് ടോക്സിൽ ഏറ്റവും കണ്ടൻഷ്യസ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫാമിംഗ്, ഡയറി പ്രോഡക്ട്സ് അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഒക്കെ നിൽക്കുന്നുണ്ട്. ഈ അഗ്രികൾച്ചർ സെക്ടറിന് ഈ സമയത്ത്, ഈ മൺസൂൺ
സമയത്തും ഈ ടാരിഫിൻ്റെ ചർച്ചകൾക്കിടയിലും ഒരു ചെറിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പല ആർട്ടിക്കിൾസും ഒക്കെ വായിക്കുന്നുണ്ടല്ലോ, ഈ ആഗ്രി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സെക്ടറൽ സ്റ്റോക്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ ഫെർട്ടിലൈസർ സ്റ്റോക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ആഗ്രി പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്, അതുണ്ട്. ഞാനിത് പൊതുവേ നോക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഗുഡിയർ എന്ന് പറയുന്ന കമ്പനിയുണ്ട്. ഗുഡിയർ എന്ന് പറയുന്ന ഒരു ടയർ സ്റ്റോക്കാണ്. ഈ ഗുഡിയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ ടയറുകളിൽ ശരിക്കും പറഞ്ഞാൽ ഫാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ, അതിനുള്ള ട്രാക്ടർ അതുപോലത്തെ ഏറ്റവും കൂടുതൽ ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഗുഡിയറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഗുഡിയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നല്ലൊരു ബ്രാൻഡ് നെയിം അല്ലേ, ഒരു അമേരിക്കൻ പാരന്റ്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഗുഡിയർ ഇന്ത്യയിൽ തുടങ്ങിയത് 1964 അപ്പോൾ ഇതിന്റെ പാരന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കമ്പനിയാണ്, ഗുഡിയർ ടയർ ആൻഡ് റബ്ബർ കമ്പനി എന്ന് പറഞ്ഞാൽ. അത് എനിക്ക് തോന്നുന്നു 1898 തുടങ്ങിയ കമ്പനിയാണ്, ഗ്ലോബൽ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ സബ്സിഡറിയാണ് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യണത്, ഗുഡിയർ ഇന്ത്യ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണെങ്കിലും ഇത്രയും വലിയൊരു ബ്രാൻഡ്, നല്ല ഒരു പേരന്റ്, നല്ല പ്രോഡക്റ്റ്. കാര്യം ഇപ്പം ടയറിൽ എല്ലാ കമ്പനികളുടെ ടയർ തമ്മിൽ വലിയ പ്രത്യേകതയൊന്നുമില്ല. നമുക്കറിയില്ല AC ടയർ എന്നൊക്കെ പറയുന്നത് വലിയ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഒന്നുള്ള പ്രോഡക്ട്സ് അല്ല. ഈ പറയുന്ന പോലെ ഒരു കമ്പനിയുടെ AC ആണ് നല്ലത്, എക്സെപ്റ്റ് നമ്മളൊരു മിറ്റ്സുബിഷിയുടെ ഒരു ഇൻഡസ്ട്രിയൽ കൂളിംഗ് ഉള്ള ഒരെണ്ണം എന്നൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ കൺസ്യൂമർ ലെവലിലുള്ള സാധനങ്ങളൊക്കെ ഏതാണ്ട് വലിയ പ്രത്യേകതയില്ലാത്തതാണ്. അതേപോലെ കൺസ്യൂമർ ടയേഴ്സും ഈ പറയുന്ന പോലെ വലിയ പ്രത്യേകതയില്ല. പിന്നെ ഈ ഓഫ് റോഡ് ടയേഴ്സിലൊക്കെയാണ് ഒരുപാട് സ്പെഷ്യലൈസേഷനും അല്ലെങ്കിൽ കമ്പനികൾ തമ്മിലുള്ള കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജിനും ഒക്കെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഈ ഗുഡിയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു പാരൻറ്റേജ് ഉള്ള കമ്പനി, നല്ലൊരു ഹിസ്റ്ററി ഉള്ള കമ്പനി, നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള കമ്പനി. ഇന്ത്യ ആണെങ്കിൽ ഈ ഓട്ടോമൊബൈൽ ഗ്രോത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന രാഷ്ട്രം കൂടെ ആണെങ്കിലും ഒരു രീതിയിലും അഗ്രസീവ് സ്റ്റെപ്പ് എടുക്കാത്ത കമ്പനിയാണ് ഈ ഗുഡിയർ എന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഗുഡിയറിനെ എനിക്ക് സത്യം പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് ഇത് റെക്കമെൻഡേഷൻ ഒന്നുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം വെച്ചാൽ ഒരുപാട് എക്സൈറ്റ്മെന്റ് അതിൻ്റെ പുറകെയില്ല, എക്സ്പെക്ടേഷൻസ് ബിൽഡ് ചെയ്തിട്ടില്ല, ആൾക്കൂട്ടം അതിൻ്റെ പുറകിലില്ല എന്നുള്ള. അപ്പോൾ ഇതേപോലുള്ളൊരു കമ്പനിയിൽ എപ്പോഴെങ്കിലും ഒരു നല്ല ന്യൂസൊക്കെ വരികയാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. എന്നാൽ അത് വലിയതായിട്ടുള്ള നെഗറ്റീവ്. അതേപോലെ തന്നെ ജില്ലറ്റ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി നമ്മൾ അധികം മെയിൻ സ്ട്രീമിൽ സംസാരിക്കാറില്ലല്ലോ. എന്നാ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഓരോ ദിവസവും ഇപ്പം ഞാൻ എന്നും ഷേവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ജില്ലറ്റിൻ്റെ റേസർ ബ്ലേഡ്സും ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ജില്ലറ്റ് കാണാത്ത ദിവസങ്ങളില്ല. ജില്ലറ്റിൻ്റെ ജില്ലറ്റിൻ്റെ ഷേവിംഗ് ജെല്ലും ആഫ്റ്റർ ഷേവ് ലോഷനുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നാൽ ജില്ലറ്റ് എന്ന് പറയുന്ന കമ്പനി നമ്മൾ ഏതെങ്കിലും മെയിൻ സ്ട്രീമിൽ സംസാരിക്കണം. നമ്മൾ ഉപയോഗിക്കാത്ത സിമെന്റിനെ കുറിച്ചും വേറെ പല കമ്പനികളെ കുറിച്ചും നമ്മളിവിടെ സംസാരിക്കണമെങ്കിലും ഡെയിലി യൂസിനുള്ള പ്രോഡക്റ്റ് സംസാരിക്കില്ല. അപ്പോൾ ഗുഡിയറിൻ്റെ ബ്രാൻഡ് നെയിം എന്താണുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത്. അപ്പോൾ ഇവരുടെ സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ ഇവരുടെ ഫാം ടയേഴ്സ്, അതായത് ഫാമിംഗ് സെഗ്മെന്റിൽ ഉള്ള വെഹിക്കിൾസിന് സപ്ലൈ ചെയ്യുന്ന ടയേഴ്സ്, അത് ബേസിക്കലി നമുക്കറിയാലോ ട്രാക്ടർ, ഹാർവസ്റ്റേഴ്സ് എന്നിങ്ങനെയുള്ള വെഹിക്കിളിലാണ് ഇവർ സപ്ലൈ ചെയ്യുന്നത് ഫാം സെഗ്മെന്റിൽ. പിന്നെ രണ്ടാമതുള്ള കമേഴ്ഷ്യൽ വെഹിക്കിൾ ടയർ, അത് നമ്മളിപ്പോൾ പറയേണ്ട ഒരു ട്രക്കും ബസ്സും തന്നെയാണ് ഈ കമേഴ്ഷ്യൽ വെഹിക്കിൾ എന്നൊക്കെ പറയുന്നത്. അതിനും ഇവർ ടയർ സപ്ലൈ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ പാസഞ്ചർ കാറിനും 2 വീലേഴ്സിനും ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. ബട്ട് അതൊരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മെയിൻലി ഇവരുടെ മെയിൻ എന്ന് പറയുന്നത് ഫാം ടയേഴ്സ് ആണ്. രണ്ടാമത് ഹെവി വെഹിക്കിൾസിൻ്റെ ടയേഴ്സ് ആണ്, കമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ ആണ്. പാസഞ്ചർ വെഹിക്കിൾസും 2 വീലറിലും വലിയ കോൺസെൻട്രേഷൻ ഇല്ല, എന്നാലും പേരിന് അവിടെ ഉണ്ടെന്ന് മാത്രം. ഇത് കൂടാതെ ഇവരുടെ ഒരു കോംപ്ലിമെൻ്ററി ബിസിനസ് ഉണ്ട്. അതായത് ഇതൊക്കെ ചെയ്യുന്ന കാരണം സൈഡിൽ കൂടി വരുന്ന ചെറിയ ബിസിനസ്സുകളാണ് ഈ ടയറിൻ്റെ ട്യൂബ്, ഫ്ലാപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഫാമിംഗ് ആൻഡ് ഹെവി കമേഴ്ഷ്യൽ വെഹിക്കിൾസിനുള്ള കാര്യങ്ങളാണ് ഇവർ ഇമ്പോർട്ടൻറ്റ്. ഇവർക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് പറയുന്നത് ഹരിയാനയിൽ ഇവർക്കൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. അവിടെയാണ് ഈ പറയുന്ന പോലെ ഹെവി വെഹിക്കിൾസിൻ്റെ ടയേഴ്സും ഫാം ടയേഴ്സും അവരുണ്ടാക്കുന്നത് എന്നുള്ള. മഹാരാഷ്ട്രയിൽ ഇവരുടെ പാസഞ്ചർ ടയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റിയാണ്. തമിഴ്നാട്ടിൽ ഒരു ഫെസിലിറ്റി ഉണ്ട്. ഇവർക്കൊരു R&D സെൻറ്റർ ഉണ്ട് പൂനെയിൽ. ഈ പൂനെയിൽ R&D സെൻറ്റർ ഇന്ത്യൻ ഗുഡിയർ കമ്പനിയും അമേരിക്കൻ ഗുഡിയർ കമ്പനിയും കൂടെ ചേർന്നാണ് അവിടുത്തെ R&D സെൻറ്റർ എന്നുള്ളത്. അപ്പോൾ ഇവിടെ പ്രൊമോട്ടർ, ഈ ഫോറിൻ കമ്പനിക്ക് ഇന്ത്യൻ കമ്പനിയിലുള്ള പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ 74% ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സെബി പറയുന്നത് 75% ആണ് അപ്പർ ലിമിറ്റ് എന്നുള്ള. 74%, അതായത് മൂക്കുമുട്ട അവർക്ക് ഏതാണ്ട് ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. ആപ്പാടെ 26% പുറത്തുള്ളൂ എന്ന് ആലോചിക്കണം. അതാണ് ഫ്രീ ഫ്ലോട്ട്. 74% പ്രൊമോട്ടറുടെ കയ്യിലാണ്, അവരതെടുത്ത് ട്രേഡ് ചെയ്യില്ല. അപ്പോൾ കുറച്ച് ഷെയറുകൾ മാത്രമേ ഇത് ട്രേഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ സ്റ്റോക്കിന്റെ പ്രത്യേകത എന്നറിയോ, വെൻ ടു മച്ച് മണി ചേസസ് ടു ഫ്യൂ ഷെയർസ്, അതായത് 26% ഷെയർസിന് ഒരുപാട് പൈസ ചേസ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ആ ഷെയർ മേടിക്കണമെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് ഷെയർ പ്രൈസ് ഇട്ടിട്ട് മേടിക്കുമ്പോഴാണ് ഈ ഷെയറിൻ്റെ ഗ്രോത്ത് വരുന്നതെന്നുള്ള. അപ്പോൾ ഇങ്ങനത്തെ ഈ ടൈറ്റ് ലിക്വിഡിറ്റി, അതായത് ഇത് ഫ്രീ ഫ്ലോട്ട് കുറവായിട്ടുള്ള കമ്പനികളുടെ പ്രത്യേകത അതെ. അതേപോലെ താഴോട്ട് പോകുമ്പോഴും നെഗറ്റീവ് ആണെന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളൂ. ഏതാണ്ട് ഈ കമ്പനിക്ക് ഒരൊറ്റ ഡെപ്റ്റ് ഇല്ല. അവരുടെ ക്യാഷ് ബഫർ നോക്കുകയാണെങ്കിൽ 190 കോടി രൂപ ക്യാഷ് ബഫർ ഉണ്ട്. ഈ ഗുഡിയറിന് ശരിക്കും പറഞ്ഞാൽ ഈ ഫാം ടയേഴ്സ് കാറ്റഗറിയിൽ 25% മാർക്കറ്റ് ഷെയർ ഉണ്ട് എന്നുള്ള. എന്നാൽ അതിനകത്തുള്ള മാർക്കറ്റ് ലീഡേഴ്സ് പറഞ്ഞാൽ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസും MRF തന്നെയാണ് കേട്ടോ. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ക്രിക്കറ്റ് മാച്ച് നടക്കില്ല ഇന്ത്യ
ഇന്ത്യ ഇംഗ്ലണ്ട് കളി നടക്കുന്നുണ്ടല്ലോ, അതിൽ ഈ സൈഡ് സ്ക്രീനിൽ അഡ്വർടൈസ്മെന്റ് പോലും ബാലകൃഷ്ണ ഇൻഡസ്ട്രീസിന്റെ അഡ്വർടൈസ്മെന്റ് ആണെന്നുള്ള. ഇപ്പോൾ ഈ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ഈസ് ഫേമസ് ഫോർ ഓഫ് റോഡ് ടയേഴ്സ്. നമ്മൾ ഡെസേർട്ടിൽ യൂസ് ചെയ്യുന്ന വണ്ടി, അല്ലെങ്കിൽ മൈനിങ് സ്ഥലങ്ങളിൽ ഫീൽഡ്സിൽ യൂസ് ചെയ്യുന്ന വണ്ടി, ഫാം എക്യുപ്മെന്റ്സ്, അവിടെയാണ് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസിന്റെ എക്സ്പെർട്ട് ഉള്ളത്. അപ്പോൾ MRFും ബാലകൃഷ്ണ ഇൻഡസ്ട്രീസുമാണ് ഇതിന്റെ മാർക്കറ്റ് ലീഡേഴ്സ് ഫാം സെഗ്മെന്റിൽ. 25% ഷെയർ ഗുഡിയറിന് ഉണ്ടെന്ന് പറഞ്ഞു വെക്കുന്നു. FY25 അവരുടെ ഒരു റവന്യൂ നോക്കുകയാണെങ്കിൽ 2600 crores റവന്യൂ ആണ് ഗുഡിയർ റിപ്പോർട്ട് ചെയ്തത്. നെറ്റ് പ്രോഫിറ്റ് 55 crores ആണെന്നുള്ള. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത എന്നറിയോ, അതായത് 2021 ഗുഡിയർ റിപ്പോർട്ട് ചെയ്ത റവന്യൂ എത്രയെന്നറിയോ, 1792 കോടി. 1792 കോടിയുടെ റവന്യൂ ആണ് 2021 അവർ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഈ 2023 വന്നപ്പോഴത്തേക്കും 2928 crores ആയി. അതായത് 2 കൊല്ലം കൊണ്ട് 1792 crores in 2021 ടു ഏതാണ്ട് 2928 crores in 2023. അതായത് സ്റ്റുപ്പൻഡസ് ഗ്രോത്ത് ആണ് ആ 2 കൊല്ലം നടന്നത്. ബട്ട് 2023 2928 crore ചെയ്തിരുന്ന കമ്പനി 2025 ആയപ്പോൾ 2600 crore ആയിട്ട് കുറഞ്ഞു. അതായത് ബാക്കി എല്ലാ കമ്പനികളുടെ ആ സെക്ടറിലുള്ള സെയിൽസ് ഗ്രോത്ത് ചെറുതായിട്ടാണെങ്കിലും വലുതായിട്ട് ഗ്രോ ചെയ്യുമ്പോൾ, അല്ല ഭേദപ്പെട്ട് ഗ്രോ ചെയ്യുമ്പോൾ, ഗുഡിയറിൻ്റെ ഏതാണ്ട് സ്റ്റാഗ്നൻ്റ് അല്ലെങ്കിൽ താഴേക്ക് വന്നു ലാസ്റ്റ് 2 കൊല്ലമായിട്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം അതിന് പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ കോസ്റ്റിൻ്റെ ഇൻഫ്ലേഷൻ, റൈസിങ് കോമ്പറ്റീഷൻ, പിന്നെ ക്രോപ്പിൻ്റെ സൈക്കിൾ. അതായത് ഈ അഗ്രികൾച്ചറായിട്ട് ഡിപ്പെൻഡബിൾ ആണല്ലോ, കാര്യം 25% മാർക്കറ്റ് ഷെയർ ഫാം കാറ്റഗറിയിലുള്ളതുകൊണ്ട് അതിൻ്റെ എന്താ പറയുക അഗ്രികൾച്ചർ ക്രോപ്പിൻ്റെ സൈക്കിള്, ഇൻഡസ്ട്രിയൽ സൈക്കിള്, ഇതൊക്കെ ഇവർക്ക് നെഗറ്റീവായി. അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങൾ അതിൻ്റെ പ്രോഫിറ്റ് കവർന്നു തിന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല രീതിയിൽ ഇവർക്ക് റവന്യൂവും പ്രോഫിറ്റും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള. അടുത്ത കാലത്തെ ഇവർ ശരിക്കും പറഞ്ഞാൽ നവംബർ 2024 ഇവരൊരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു. അതായത് ഇവരുടെ ഇൻവെന്ററി ഉണ്ടല്ലോ, ഈ ടയറിന്റെ ഇൻവെന്ററിയിൽ നിന്ന് മോഷണം നടക്കുന്നുണ്ടെന്ന്. അതായത് ഇവർക്ക് കുറച്ച് എംപ്ലോയീസ് ഡയറക്ട്ലി വർക്ക് ചെയ്യുന്നുണ്ട്, അതല്ലാതെ ഇവർക്ക് കോൺട്രാക്ച്വൽ എംപ്ലോയീസ് ഉണ്ട്. കോൺട്രാക്ച്വൽ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് നമ്മുടെ ഈ ലോഡിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെക്യൂരിറ്റി സ്റ്റാഫുകൾ, വെയർ ഹൗസിംഗ് ജോലികളൊക്കെ ചെയ്യുന്ന കുറച്ച് പേരും കമ്പനിയുടെ എംപ്ലോയീസും കൂടെ ചേർന്ന് ഒരു കാർട്ടലായിട്ട് നിന്നിട്ട് ഇവരുടെ ഗോഡൗൺ അല്ലെങ്കിൽ ഇവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയിൽ നിന്ന് ടയറുകൾ അടിച്ചു മാറ്റുന്നതായിട്ട് ഇവർ നവംബറിൽ കണ്ടുപിടിച്ചിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 4571 ടയറാണ് അവർ മോഷ്ടിച്ചത് എന്നുള്ളതാണ് കണക്ക് പറയുന്നത്. അതായത് 3.9 crore വാല്യൂ വരുന്ന ടയേഴ്സ് അവർ പൊക്കി. ഏതാണ്ട് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഗുഡിയർ കമ്പനി ഏൺസ്റ്റ് ആൻഡ് യങ് എന്ന് പറയുന്ന കൺസൾട്ടൻസിനെ ഏൽപ്പിച്ചു എന്നുള്ള. ഈ ഏൺസ്റ്റ് ആൻഡ് യങ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ട് എനിക്ക് തോന്നുന്നു ജൂൺ മാസം അങ്ങോട്ട് ജൂലൈയിൽ അങ്ങോട്ടാണ് സബ്മിറ്റ് ചെയ്തതെന്ന്. നവംബർ 2024 ഈ ഒരു ഇഷ്യൂ ഐഡന്റിഫൈ ചെയ്തത്. ഏൺസ്റ്റ് ആൻഡ് യങ് അത് കണ്ടുപിടിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തന്നെ ഗുഡിയറിന് EYA സബ്മിറ്റ്. അതായത് എനിക്ക് തോന്നുന്നു ഗുഡിയർ എന്ന് പറഞ്ഞ മൾട്ടിനാഷണൽ കമ്പനിക്ക് ഇന്ത്യൻ അതോറിറ്റീസിനെ വലിയ വിശ്വാസമില്ലെന്നും അതുകൊണ്ടാണ് ഇന്റർനാഷണൽ കൺസൾട്ടന്റ് ആയ ഏൺസ്റ്റ് ആൻഡ് യങ്ങിനെ കൊണ്ടൊക്കെ ഈ ഒരു ചെറിയ 3.9 crore ഒരു ഹിറ്റാണ് നടന്നതെന്നുള്ള. അതായത് 4571 ടയറാണ് മിക്സ് ചെയ്യുന്നുള്ള. ഈ 3.91 crores ആ ഒരു ലോസ് ഉണ്ടല്ലോ, അതായത് ഈ മോഷണം നടന്ന കാര്യമുള്ള ലോസ് അവർ ഡിസംബർ 2024 ക്വാർട്ടറിൽ തന്നെ അത് വരവ് വെച്ചു എന്നുള്ള. അപ്പോൾ അത് അവിടെ ടേക്കൺ കെയർ ഓഫ് ആണ്. പിന്നെയുള്ള Q4 റിസൾട്ട് 2025 ജാനുവരി, ഫെബ്രുവരി, മാർച്ചിൽ അത് റിഫ്ലക്ട് ചെയ്തിട്ടില്ല, ഇപ്പോഴും അത് റിഫ്ലക്ട് ചെയ്തില്ല എന്നുള്ള. അപ്പോൾ ഈ കമ്പനിയുടെ ഇതാണ് ആ കമ്പനിയുടെ പ്രത്യേകത. ഞാനിത് കൊണ്ടുവരാന്നുള്ള ഇതിനകത്ത് വലിയ ഇതൊന്നുമില്ല. അതായത് ഒരു എക്സൈറ്റ്മെന്റോ അല്ലെങ്കിൽ നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല എന്നുള്ള അതിൻ്റെ പ്രത്യേകത. പക്ഷെ ഞാനിത് പറയാൻ കാര്യം വെച്ചാൽ വെറുതെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഈ ഫാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതും. ഈ മാസം അതിൻ്റെ റെലവൻസ് എന്താണെന്ന് ടാരിഫ് കൂടെയെന്നും അതുമല്ല ഫുഡ് ഇൻഫ്ലേഷൻ്റെ ഫിഗേഴ്സും ഒക്കെ വന്നതും ഈ പറഞ്ഞ പോലെ ഫാമേഴ്സിൽ സോയിങ് സീസൺ നല്ലതാണെന്നും വെതർ അപ്ഡേറ്റ്സ് നല്ലതാണെന്നും ഫോർകാസ്റ്റ് ഒക്കെ നല്ലതാണെന്നും പറഞ്ഞപ്പോൾ ഫാം റിലേറ്റഡ് ആയിട്ടുള്ള ആൻസിലറി സപ്ലയേഴ്സിനെ ഞാനിങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഗുഡിയറിനെ കണ്ടത്. ഇപ്പോൾ ഗുഡിയറിൻ്റെ ഒരു ബിസിനസ്സിനെ നമ്മുടെ പ്രേക്ഷകർക്ക് അവതരിപ്പിക്കണമെന്നുണ്ട്. കാര്യം എപ്പോഴും നമ്മൾ ഈ എക്സൈറ്റ്മെൻ്റ് ഉള്ള ഓല അതൊക്കെ മാത്രമല്ലേ സംസാരിച്ചുള്ളൂ. എന്നാൽ വലിയ ബ്രാൻഡ് നെയിം ആയിട്ടുള്ള സ്ലീപ്പിംഗ് ജയൻസ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റഡ് ആണ്. അതിലൊന്നാണ് ഗുഡിയർ, വേറൊന്നാണ് ജില്ലറ്റ്, വേറൊന്നാണ് പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ. എനിക്ക് തോന്നുന്നു പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ ഒക്കെ നമ്മൾ ഈ പറയുന്ന പോലെ അതിൻ്റെ ഒരു FMCG കമ്പനിയുടെ സ്ട്രെങ്ത് വേൾഡ് വൈഡ് എന്താണെന്നുള്ളത് നമ്മൾ പലരും ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ നോക്കൂ, ഗുഡിയർ, ജില്ലറ്റ്, P&Gയെ കുറിച്ചൊന്നും നമ്മൾ മെയിൻ സ്ട്രീമിൽ നമ്മൾ ചർച്ച ചെയ്യാറില്ല. നമ്മൾ വേറെ ഏതൊക്കെയോ കമ്പനികളെ കുറിച്ച് പറയുന്നതെന്നുള്ള. അപ്പോൾ ഇതൊക്കെ ഒരു സ്ലീപ്പിംഗ് ജയന്റ് ആണെന്നുള്ള ഒരു ബിസിനസ്സിനെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഇന്നത്തെ ആ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൻ്റെ ഒരു പ്രത്യേകത.
ഇതൊരു അഡ്വൈസ് അല്ല, സോളിസിറ്റേഷൻ അല്ല, റെക്കമെൻഡേഷൻ അല്ല. ഞങ്ങൾ ജസ്റ്റ് ഒരു ബിസിനസ്സും ആ ബിസിനസ് എൻവയോൺമെൻറ്റും വെച്ച് ജനങ്ങളുടെ മുന്നിലേക്ക് ചില ബിസിനസ്സുകൾ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിനെ കൺസൾട്ട് ചെയ്ത് മാത്രം ചെയ്യുക എന്നുള്ള ഒരു ഡിസ്ക്ലൈമറും കൂടെ പറഞ്ഞു വയ്ക്കുന്നു. ഗുഡിയർ സ്റ്റോക്സോ അതിൽ ഇത് ഇന്ന് മെൻഷൻ ചെയ്ത ഒരു സ്റ്റോക്സും എനിക്കോ ജാസ്മിനോ പേഴ്സണലി ഞങ്ങൾ ഹോൾഡ് ചെയ്യുന്നില്ല, ഞങ്ങൾ റിലേറ്റീവ്സിന് ഹോൾഡ് ചെയ്യുന്നില്ല, ഞങ്ങളുടെ ഫ്രണ്ട്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല എന്നുള്ളത് നമുക്ക് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഞങ്ങൾക്ക് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സ്റ്റോക്കുകളാണെന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. ബാക്കി ജാസ്മിന് പറയാം. യെസ്, ഏതായാലും ഇന്ന് ഇവിടെ സംസാരിച്ച സ്റ്റോക്കുകളൊക്കെ തന്നെ ഒരു അഡ്വൈസ് ആയിട്ട് റെക്കമെൻഡേഷനോ എടുക്കേണ്ട കാര്യമില്ല, ഒരു ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവറിൻ്റെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ ആയിട്ട് അടുത്ത മണിക്കൂറിൽ ഞങ്ങളുടെ എക്സ്പേർട്ട് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.